യോऽന്തഃ പ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാം അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. മനുഷ്യർക്ക് സഹജമായിട്ട് എല്ലാവർക്കുമുള്ള ആഗ്രഹമാണ് സുഖമായിട്ടിരിക്കണം. ദുഃഖം വരരുത്. ഈ ഒരു വാഞ്ഛ സഹജമായിട്ട് സ്വാഭാവികമായിട്ട് എല്ലാവരുടെ ഹൃദയത്തിലും അനാദികാലമായിട്ടുള്ളതാണ്. ഓരോ ചേഷ്ടയും സുഖത്തിന് വേണ്ടിയിട്ടാണ്. ദുഃഖമില്ലാതാവാൻ വേണ്ടിയിട്ടാണ്. ആ സുഖമാവട്ടെ പുറത്ത് കിട്ടുന്നില്ലേ എന്ന് ചോദിച്ചാൽ അല്പാൽപ്പം സുഖം കിട്ടുന്നുണ്ട്, വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷെ വാസ്തവത്തില് വിഷയത്തില് സുഖമുണ്ടോ? ഒരു ലഡ്ഡു തിന്നുമ്പോ സുഖമുണ്ട് ആഗ്രഹമുള്ള ആൾക്ക്. ആ ലഡ്ഡു എടുത്ത് ഈ ബെഞ്ചിൽ ഇങ്ങനെ തേച്ചാൽ ഇതിന് ആ മാധുര്യമോ രസമോ ഉണ്ടാവോ? സിനിമ കാണാൻ സുഖമുണ്ട്. ഒരു പശുവിനെ കൊണ്ടുപോയി സിനിമാ തിയേറ്ററിൽ ഇരുത്തിയാൽ അല്ലെങ്കിൽ ടി വി കാണിച്ചു കൊടുത്താൽ പശു സന്തോഷിക്കുമോ? പാട്ട് കേൾക്കാൻ സുഖമുണ്ട്. അതറിയാത്ത ആളുകൾക്ക് വല്ല സുഖമുണ്ടാവും. ചിലരൊക്കെ ഇംഗ്ലീഷ് പാട്ട്, ഇംഗ്ലീഷ് ക്ലാസിക്കൽ, അത് വളരെ ആസ്വദിക്കും. നമുക്കത് കേട്ട് കഴിഞ്ഞാൽ എന്തോ പോലൊരു ശബ്ദം അല്ലേ? അപ്പൊ സുഖം ദൃശ്യപദാർത്ഥങ്ങളില് വാസ്തവത്തിലില്ല. ദൃശ്യപദാർത്ഥത്തിനെ ഇത് സുഖമെന്ന് നിരൂപണം ചെയ്ത് ആത്മാവിന്റെ സ്വരൂപമായ സുഖത്തിനെ അല്പസ്വല്പമൊക്കെ ഒന്ന് കറന്നെടുക്കുകയാണ്. കുറച്ചായിട്ട് അല്പമായിട്ട് അന്യമായ വസ്തുക്കളെ വെച്ചുകൊണ്ട് അനുഭവിക്കുന്ന സുഖം. എത്ര അന്യത് പശ്യതി, അന്യത് ശൃണോതി, അന്യത് വിജാനാതി, തത് അല്പം. അവിടെ അല്പമാണെന്ന്. അങ്ങനത്തെ സുഖം നമുക്ക് ധാരാളം കിട്ടുന്നുണ്ട്. ഇനിയിപ്പോ ആത്മാവിലെ നിർവിശേഷമായ സുഖം, ഒരു ഒബ്ജക്റ്റുമില്ലാതെ, ഒരു വിഷയവും ഇല്ലാതെ, യോഗിവേദ്യമായ സുഖത്തിനെ പോലും അല്പനേരത്തേക്ക് നമ്മൾ അനുഭവിക്കുന്നുണ്ട് അറിയാതെ സുഷുപ്തിയിൽ. നമ്മൾ എപ്പോഴും നിരൂപണം ചെയ്യണ ഒരു കാര്യമാണ്. സുഷുപ്തിയിൽ അറിയാതെ ബ്രഹ്മസമ്പത്തി ഉണ്ടാവുന്നുണ്ട്. എല്ലാവരും അതിനെ ആഗ്രഹിക്കുന്നുണ്ട്. എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഒന്നും അറിഞ്ഞില്ല, സുഖമായിട്ടിരുന്നു. സുഖമഹം അസ്വാപ്സം ന കിഞ്ചിത് അവേദിഷം. ഒന്നും അറിഞ്ഞില്ല, സുഖമായിട്ടിരുന്നു. ആ സുഖം എവിടെ നിന്ന് വന്നു എന്നുവെച്ചാൽ ആ സുഖം ബോറടിക്കുകയില്ല നമുക്ക്. ബാക്കിയൊക്കെ വിരസമായി പോവും, വിഷയസുഖമൊക്കെ വിരസമായി പോവും, എത്ര നല്ലതാണെങ്കിലും. പക്ഷെ ഈ ഉറക്കത്തില് വരുന്ന സുഖം, വ്യക്തി ഇല്ലാതെ അനുഭവിക്കുന്ന സുഖം, അതിനെ ഒരു പക്ഷെ നിങ്ങള് സുഖമെന്ന് വിളിക്കുകയാണെങ്കിൽ വ്യക്തിത്വമില്ലാതെ വരുന്ന ഒരു സുഖം, ഇംപേഴ്സണൽ പ്ലഷർ.
പേഴ്സണാലിറ്റി ഇല്ല, അവിടെ പേഴ്സണൽ സെൻസ് ഇല്ല. എന്നിട്ട് സുഖമായിട്ട് ആ സുഖം വിരസതയേ ഇല്ല. ദിവസം കുറച്ചു നേരത്തേക്ക് അതിനകത്തേക്ക് പോകുന്നു, പുറത്തു വരുന്നു. ബൃഹദാരണ്യകോപനിഷത്ത് പറഞ്ഞു, സ്വർഗത്തിലേക്കാണ് ദിവസം പോണത്, തിരിച്ചു വരണു അറിയണില്ല. അഹരഹർ ഗച്ഛന്തി ന വിദുഹു. ദിവസം പോകുന്നു, തിരിച്ചു വരുന്നു, എന്താ സംഭവിക്കണമെന്ന് അറിയില്ല, പക്ഷേ സുഖമുണ്ട്. പക്ഷെ അല്പനേരത്തേക്ക്. അപ്പോഴും അപ്പോൾ നിരന്തരമായിട്ടില്ല, കോൺഷ്യസ് അല്ല. നമ്മളുടെ സകല ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഉറക്കത്തിൽ ആർക്കും ഒരു ദുഃഖമില്ല. ഏറ്റവും ദുഃഖമുള്ള ദിവസം പോലും ഉറങ്ങിക്കഴിഞ്ഞാൽ അറിയില്ല. പക്ഷെ ദുഃഖ നിവൃത്തി വേണ്ടത് എവിടെയാ? ഇവിടെയാ അല്ലേ? ഇപ്പൊ ജാഗ്രത അവസ്ഥയില്, വേക്കിംഗ് സ്റ്റേറ്റ്. ഇവിടെയാണ് നമ്മള് ശാന്തി, സുഖം, നിർവൃത്തി, നല്ലൊരു വാക്ക്, നിർവൃത്തി കാക്ഷിക്കണത്. അത്തരത്തിലുള്ള ഒരു നിർവൃത്തി ആത്യന്തിക ദുഃഖ വിഘാതം, ഓരോ പേരുകൾ പറഞ്ഞു. നിശേഷം ആയിട്ടുള്ള ദുഃഖവിഘാതം, ദുഃഖവുമായിട്ടുള്ള കോണ്ടാക്ട് കട്ടാവുന്നു എന്നാണ് ഭഗവാൻ ഗീതയിൽ പറയുന്നത്. അതാണ് ദുഃഖം ഇല്ലാതാക്കാവൊന്നും വേണ്ട, ദുഃഖവുമായിട്ടുള്ള അസ്യൂംഡ് അഫിനിറ്റി പോയാൽ മതി. എന്നുവെച്ചാൽ ദുഃഖവുമായിട്ട് ഇല്ലാത്ത ഒരു ബന്ധം സ്ഥാപിച്ചിരിക്കാം. ദുഃഖ സംയോഗ വിയോഗം യോഗസംജ്ഞിതം. ദുഃഖത്തിനോടുള്ള സംയോഗം, ദുഃഖത്തിനോട് വാസ്തവത്തിൽ നമുക്ക് സമ്പർക്കം ഇല്ല എന്നുള്ളതിന് തെളിവാണ് സുഷുപ്തി. ദിവസം എത്ര വലിയ ദുഃഖമുള്ള ദിവസമാണെങ്കിലും അങ്ങോട്ട് ചെല്ലുമ്പോ ദുഃഖമില്ല. വലിയൊരു സേതുവാണെന്നാണ് ശ്രുതി പറയണത്. ഒരു പാലം കെട്ടിയ പോലെ അങ്ങടേക്ക് പ്രവേശമേ ഇല്ല. ജാഗ്രതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്. സ്വപ്നത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്. പക്ഷെ ആ സുഷുപ്തി അവസ്ഥയില് ദുഃഖം എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? അഥവാ ആ അവസ്ഥയിൽ ഉണ്ടാവുന്ന അനുഭവം നമ്മൾ ലോകത്തിൽ അനുഭവിക്കുന്ന സുഖം പോലെ അല്ല. ഈശ്വരന്റെ കരുണ, ആത്മസ്വരൂപിയായ ഭഗവാൻ കുറച്ചു നേരത്തേക്ക് നമ്മളെ വിഡ്രോ ചെയ്ത് ഉള്ളിൽ വെക്കുകയാണ്. ദുഃഖ സംയോഗ വിയോഗം, ഒരു ഇന്റിമേഷൻ, ഒരു സൂചന നമുക്ക് തരാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു കേന്ദ്രമുണ്ട്, ഒരു സെന്റർ ഉണ്ട്. അവിടെ ദുഃഖത്തിന് സ്പർശമില്ല. അത് ബോധപൂർവം നിങ്ങൾ അവിടേക്ക് ചെല്ലുകയാണെങ്കിൽ ശാന്തി ഉണ്ടാവും, ആനന്ദം ഉണ്ടാവും, തൃപ്തി ഉണ്ടാവും. എഴുന്നേക്കുമ്പോ എന്ത് സംഭവിക്കണു? മനസ്സങ്ങോട്ട് പുറത്തു വന്നു. ശങ്കരാചാര്യർ പറഞ്ഞു വിവേക ചൂടാമണിയിലും, എല്ലാ ദുഃഖത്തിന് കാരണം അവിദ്യയാണ്. അവിദ്യ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അവിദ്യ എന്ന് പറഞ്ഞ് ട്രാൻസ്ലേഷൻ നോക്കിയ അജ്ഞാനം, അവിദ്യ, രണ്ട് വാക്കുണ്ട്. അറിയായ്മ, അറിവില്ലായ്മ അല്ലേ? പക്ഷേ ശങ്കരാചാര്യർ പറഞ്ഞു അവിദ്യ എന്ന് വെച്ചാൽ മനസ്സിന് മറ്റൊരു പേര്. നഹ്യസ്തി അവിദ്യ മനസോതിരിക്ത മനോഹി അവിദ്യ ഭവബന്ധഹേതു തസ്മിൻ വിനഷ്ടേ സകലം വിനഷ്ടം വിജൃംഭിതേസ്മിൻ സകലം വിജൃംഭത്തെ. ഈ മനസ്സല്ലാതെ അവിദ്യ എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചൊരു സാധനമൊന്നുമില്ല. ആത്മാവിനെ പ്രപഞ്ചമായിട്ട് മാറ്റിക്കാണിക്കുന്നത് മനസ്സാണ്. ആത്മാവിനെ ജീവനായിട്ട് മാറ്റിക്കാണിക്കുന്നത് മനസ്സാണ്. വിശ്വം പശ്യതി കാര്യകാരണതയാ സ്വസ്വാമി സംബന്ധതഃ ശിഷ്യ ആചാര്യതയാ തഥൈവ പിതൃപുത്രാദി ആത്മനാ ഭേദതഃ സ്വപ്നേ വാ ജാഗ്രതി വാ. സ്വപ്നേ ജാഗ്രതി വാ യേഷ പുരുഷോ മായാ പരിഭ്രാമിതഃ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമയിദം ശ്രീ ദക്ഷിണാമൂർത്തയെ. പതുക്കെ നമ്മൾ ഒരു 4 ദിവസമുണ്ട്, പതുക്കെ മൂവായാൽ മതി. അതായത് ഇത് വിശ്വം എന്ന് പറഞ്ഞാൽ നിങ്ങള് നിഘണ്ടു എടുത്തു നോക്കിയാ പ്രപഞ്ചം, ലോകം എന്ന് കാണും. വിശ്വം എന്നുള്ളതിനർത്ഥം
വിഷ്ണു സഹസ്രനാമത്തിലെ വേദവ്യാസ ഭഗവാൻ ആദ്യത്തെ നാമമായിട്ട് വിശ്വം എന്നാണ് വച്ചിരിക്കുന്നത്. വിശ്വസ്മൈ നമഃ. വിശ്വം എന്താണ്? ആത്മസ്വരൂപമാണ്. നമുക്ക് അങ്ങനെ തോന്നണമല്ലോ. ഇത് പല വസ്തുക്കളായിട്ടാണ് അറിയണത്. കുറെ പുരുഷന്മാരിയ്ക്കുന്നു, കുറെ സ്ത്രീകളിരിക്കുന്നു. ഈ ഭേദത്തോടെയാണ് അറിയണത്. തത്വം അറിഞ്ഞവന് ഇദം ഹി വിശ്വം ഭഗവാൻ. തത്വം അറിയാത്തവന് ഭഗവാനെ വിശ്വമായിട്ട് കാണുന്നു. ഈ തത്വജ്ഞാനമില്ലായ്മയ്ക്ക് പേരാണ് മനസ്സ്. ആട്ടെ, ഈ മനസ്സ് സുഷുപ്തിയില് അടങ്ങുന്നു. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ വെളിയിലേക്ക് വരുമ്പോൾ ആദ്യം സ്ഫുരിച്ചു വരുന്നത് ഞാൻ എന്നുള്ള ജീവഭാവമാണ്. നമ്മളുടെ അനുഭവമാണ്. ദിവസം ഉറങ്ങുമ്പോൾ ഒക്കെ മനസ്സങ്ങോട്ട് കൂമ്പി ഉള്ളിൽ പോയി കുറച്ചു നേരം സ്വപ്നം കണ്ടു. പിന്നെ ഞാൻ എന്നുള്ള വിചാരവും കൂടെ അവസാനം ഈ തിരിനാളം കെട്ടുപോണ പോലെ അങ്ങോട്ട് പോയാ ഉറങ്ങി അല്ലേ? എഴുന്നേൽക്കുമ്പോ ആദ്യം ഞാൻ എന്ന് പറഞ്ഞു വന്നു. പിന്നെയാണ് തൃശ്ശൂരാണ് കിടക്കുന്നത്. നമുക്ക് അറിയണത് കുറച്ച് ചിത്തവൃത്തികളൊക്കെ വന്ന ശേഷം ഈ വ്യക്തി എഴുന്നേൽക്കണം. അപ്പൊ പ്രഥമ വികാരോ ഭവതി അഹങ്കാര. ആദ്യത്തെ വികാരമാണ് ഈ അഹങ്കാരം. അഹങ്കാരം വന്ന ശേഷം ബാക്കിയുള്ള വികാരങ്ങൾ, വൃത്തികൾ, തോട്ട്സ് ഒക്കെ ഇങ്ങനെ വരും. ചിത്തവൃത്തികൾ, അതാണ് മനസ്സ്. നഹ്യസ്തി അവിദ്യ മനസഹ അതിരിക്ത. മനസ്സിനെ മാറ്റി നിർത്തിയിട്ട് അവിദ്യ എന്ന് പറഞ്ഞൊരു പദാർത്ഥമൊന്നുമില്ല. മനോഹി അവിദ്യ. മനസ്സ് തന്നെയാണ് അവിദ്യ. വീണ്ടും ഒന്ന് നിരൂപണം ചെയ്തു. ഭവബന്ധഹേതു. എല്ലാ ദുഃഖത്തിനും നമ്മൾ ബന്ധപ്പെട്ടിരിക്കണു എന്നുള്ള തോന്നലിനും ഒക്കെ കാരണം മനസ്സാണ്. വാസ്തവത്തില് നമുക്ക് ബന്ധമൊന്നും വരാൻ സാധ്യമില്ല എന്നുള്ളതാണ് വേദാന്തത്തിന്റെ, ഉപനിഷത്തിന്റെ നിരൂപണം. സൂര്യനിൽ പോയി ഇരുട്ടിരിക്കോ? സൂര്യനിൽ ഇരുട്ടിരിക്കണു എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ ഒക്കുവോ? ഇല്ല. തരണാവിവാഹനി ഭാഗവതത്തിൽ തന്നെയുള്ള കാര്യമാണ്. സൂര്യനിൽ രാത്രിയും പകലുണ്ടോന്നാണ്. നമുക്കാണ് രാത്രിയും പകലും ഒക്കെ. അവിടെ എപ്പോഴും പ്രകാശമാണ്. അതുപോലെ സ്വരൂപത്തിൽ അവിദ്യ ഇരിക്കാനേ ഒക്കില്ല. അവിടെ എപ്പോഴും ബന്ധമേ ഇല്ല. നിത്യമുക്തമാണ്. പക്ഷെ അറിയാൻ വയ്യ. എന്തേ? ഈ മനസ്സ് ഒരു ഇന്ദ്രജാലം, ഒരു സെൽഫ് ഹിപ്നോസിസ് ഉണ്ടാക്കിയെടുത്തു. മനോഹി അവിദ്യ ഭവബന്ധഹേതു. തസ്മിൻ വിനഷ്ട. ഈ മനസ്സങ്ങട് ഉള്ളിൽ ചെന്ന് ലയമായപ്പോ സകലം വിനഷ്ടം. മനസ്സങ്ങട് ഉള്ളിൽ കൂമ്പിപ്പോയി ഹൃദയത്തിൽ ചെന്ന് ലയിച്ചപ്പോ പ്രപഞ്ചമില്ല, ശരീരമില്ല, ഞാൻ നീ അവൻ എന്നുള്ള തോന്നലുകളൊന്നുമില്ല. നിർവിശേഷമായ സന്മാത്രമായ ഒരു വസ്തു മാത്രം ഉണ്ടായിരുന്നു. ഓർത്തു നോക്കിയാൽ മതി. ദിവസം എഴുന്നേറ്റിരുന്നിട്ട് കുറച്ചു നേരം മുമ്പ് എവിടെയായിരുന്നു? ഈ സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥ എന്താ? അത് നമുക്കൊരു ഡെമോൺസ്ട്രേഷനാണ്. നമ്മളുടെ എല്ലാ ഡെഫിനിഷനും ഇല്ലാതെ നമ്മൾ ഇരിക്കണം. ജാഗ്രത എന്ന് പറയുന്നത് മുഴുവൻ നമുക്ക് ഡെഫിനിഷനാണ്. ഞാൻ ഇവനാണ്, അവനാണ്, അങ്ങനെയാണ്, അങ്ങനെയാണ്. ഇതൊന്നുമില്ല അവിടെ. ഈ വ്യക്തിത്വവും ഇല്ല. ഒരു എക്സിസ്റ്റൻസ്, ഒരു ഇരുപ്പ് മാത്രം, ഒരു നിലനിൽപ്പ് മാത്രം. എന്നിട്ട് ഒരു കുഴപ്പമില്ല, സുഖമായിട്ടിരുന്നു. നമ്മൾ വിചാരിക്കുന്നത് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് വേണം എന്നാണ് അല്ലേ? എല്ലാ പേഴ്സണാലിറ്റിയും നീക്കിയിട്ട് സുഖമായിട്ടിരുന്നു. ദിവസം അതൊട്ട് കൂടിയിട്ടില്ലെങ്കിൽ AC ഇട്ടിട്ട് മരുന്ന് കഴിച്ചിട്ടെങ്കിലും അവിടേക്ക് പോവാൻ നോക്കുക. ഈ അഹങ്കാരമില്ലാത്ത സ്ഥിതിയിലേക്ക് കുറച്ചു നേരം അവിടെ ചെന്നിരിക്കാം. സകല അധ്യാസവും അഹങ്കാരമാണ്. അതങ്ങടെ ഇല്ലാതിരിക്കുമ്പോൾ കുറച്ചു നേരം സുഖമുണ്ടായി. ഈ സുഖത്തിൽ നിന്നാണ് വേദാന്തശാസ്ത്രം മുഴുവൻ വന്നിരിക്കുന്നത്. ഋഷികൾക്ക് എവിടുന്ന് ക്ലൂ കിട്ടി? ശങ്കരാചാര്യൻ ഗോവിന്ദ ഭഗവത്പാദരുടെ മുമ്പിൽ വെച്ച് ചൊല്ലിയ 10 ശ്ലോകം. അതിൽ തന്നെ സുഷുപ്തിയേക സിദ്ധസ്തദേകോ വസിഷ്ഠ ശിവ കേവലോഹം. ആ സുഷുപ്തി അവസ്ഥയിലും യാതൊന്നുണ്ടായിരുന്നു.
ജാഗ്രതത്തിൽ ശരീരമുണ്ട്, മനസ്സുണ്ട്, ഞാനുണ്ട്. സ്വപ്നത്തിൽ ഈ ശരീരമില്ല, മനസ്സില്ല, മനസ്സുണ്ട്, ഞാനുണ്ട്. സുഷുപ്തിയില് ഈ ശരീരവുമില്ല, മനസ്സുമില്ല. ഞാനുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ ശരിയാണ്, ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാണ്. നമ്മളുടെ ഡെഫനിഷനായി ഞാനില്ല അവിടെ. പക്ഷെ വാസ്തവത്തിലായ സദ്വസ്തു, അസ്തിത്വം, ചേതന അവിടെ അനാവൃതമായിട്ടുണ്ട്, അവിടെ ഉണ്ട്. അതിനെയാണ് ശിവം. ആ ശിവമാണ് എന്റെ സ്വരൂപം. തദേകോ വശിഷ്ട ശിവ കേവലോഹം. ആ സദ്വസ്തുവിനെയും ആത്മതത്വത്തിനെയും ബോധപൂർവം അറിയാൻ എങ്ങനെ സുഷുപ്തിയിലേക്ക് ചിത്തം പ്രവേശിക്കുന്നു, അതേപോലെ തന്നെ ഈശ്വരന്റെ കൃപാശക്തി അഥവാ നിയതി കൊണ്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. അല്ലേ? എപ്പോ വേണോ അപ്പൊ ഉറങ്ങില്ല. സത്സംഗത്തിൽ ചില കാര്യമൊന്നും കേൾക്കാൻ പാടില്ല എന്ന് ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ സമയത്ത് ഉറങ്ങിപ്പോകും. അന്തര്യാമി ദേവത കബളനം ചെയ്യും ചിത്തത്തിനെ. അല്ലേ? നിദ്രയും ആ ശക്തിയുടെ ഒരു തിരോധാനം എന്ന് പറയുന്നത് ഒരു പവറാണ്. അതിന് മുഴുവൻ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഈ മൂന്നും ഇപ്പൊ തന്നെ ഉണ്ട്. ഇപ്പൊ ഈ പുറത്ത് നോക്കുമ്പോ ജാഗ്രത, ഉള്ളിൽ സ്വപ്നം നടന്നുകൊണ്ടേയിരിക്കേണ്ടത്. ജാഗ്രത സ്വപ്നം ഉണ്ടാവണമെങ്കിൽ സുഷുപ്തി ഉണ്ടാവണം. ഈ മൂന്നിനും അധിഷ്ഠാനമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അസ്തിത്വമുണ്ട്. ഇതൊക്കെ വളരെ എളുപ്പമായ കാര്യമാണ്, സിമ്പിളായ കാര്യമാണ്. നമ്മൾ എന്തൊക്കെയോ ജടിലമായ കമ്പ്യൂട്ടറും മറ്റുമൊക്കെ മനസ്സിലാക്കുന്നു. ഇതൊന്നും ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നത്. വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യേ. രമണ മഹർഷി പാടി, അയ്യേ അതിസുലഭം ആത്മവിദ്യ. ഈ ആത്മവിദ്യ പോലെ സുലഭമായിട്ടൊന്നുമില്ല എന്നാണ്. നൊയ്യാർ തമക്കും ഉളം കയ്യാമലകക്കനി പൊയ്യായൊഴിയ മികുമെയ്യായുള്ളത് ആത്മ. കയ്യിലിരിക്കുന്ന നെല്ലിക്ക എന്ന് പറയും, ഹസ്താമലകം. അതിനേക്കാളും സുലഭമായി സിദ്ധമായിട്ടിരിക്കണം. കയ്യിലിരിക്കുന്ന നെല്ലിക്ക എന്ന് പറയുമ്പോൾ ഇത്രയും ദൂരമുണ്ട്. അതൊരു എളുപ്പത്തിന് പറയണതാ. കയ്യിൽ മടക്കി വെച്ച നെല്ലിക്ക, ഹസ്താമലകം, കയ്യിലിരിക്കുന്ന കനി. ഇത് അതിനേക്കാൾ എളുപ്പമായിട്ട് നൊയ്യാർത്തമക്കും എന്ന് വെച്ചാൽ വലിയ പഠിപ്പും അറിവും ഒന്നും ഇല്ലെങ്കിൽ പോലും, ഇതിന് വലിയ ഒന്നും ആവശ്യമില്ല, നിത്യസിദ്ധമായ വസ്തുവാണത്. എല്ലാവർക്കും അവനവനുണ്ട് എന്ന് അറിയണ്ട്. അല്ലേ? മഹർഷിയുടെ മുമ്പില് കുറെ ആളുകള് ശാസ്ത്രവിചാരമൊക്കെ ചെയ്യായിരുന്നു. അപ്പൊ ഒരു നടേശയർ, ഒരു പാചകക്കാരനുണ്ടായിരുന്നു. വലിയ പഠിപ്പും അറിവൊന്നുമില്ല. അദ്ദേഹം ഇരുന്ന് ഇവര് ഈ പറയുന്ന ശാസ്ത്രവിചാരമൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. കുറെ കഴിഞ്ഞ് ഈ ശാസ്ത്രവിചാരം കഴിഞ്ഞ് ഇവർ എഴുന്നേറ്റ് പോയപ്പോ അദ്ദേഹം മഹർഷിയോട് പറഞ്ഞു, ഭഗവാൻ, ഇവരൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു, എനിക്കൊന്നും അറിയില്ലല്ലോ. ഞാൻ ഒരു അജ്ഞാനിയാണ്, ഒരു പഠിപ്പും അറിവും ഇല്ലാത്ത അജ്ഞാനിയാണെന്ന്. മഹർഷി പറഞ്ഞു, അവര് പഠിപ്പും അറിവും ഉള്ള അജ്ഞാനികള്, നീ പഠിപ്പില്ലാത്ത അജ്ഞാനി. ലേണഡ് ഇഗ്നറൻസ് ആൻഡ് അൺലേണഡ് ഇഗ്നറൻസ്, അത്രയേ ഉള്ളൂ എന്നാണ്. മറ്റേത് പഠിച്ചത് കൊണ്ടിപ്പോ വസ്തു തെളിഞ്ഞോ? ഇല്ല. അല്ലേ? പഠിപ്പൊക്കെ തന്നെ കണ്ണാടി പോലെ സ്വരൂപപ്രകാശത്തിന് ഉപയോഗപ്പെടുമെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ ഒന്നും പ്രയോജനമില്ല. അപ്പോ നിത്യസിദ്ധമായ വസ്തുവിന് പുസ്തകത്തിൽ എങ്ങനെ കിട്ടും? ഇതിന് പുസ്തകമൊക്കെ ഉപയോഗിക്കണം നമ്മൾ, അത്രയേ ഉള്ളൂ. നിത്യസിദ്ധമായ വസ്തു നിഷേധിക്കാൻ കഴിയാത്ത ഒന്നേ ഉള്ളൂ. ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ പോലും രമണ മഹർഷി പറഞ്ഞു ഒരിക്കലും, ഈശ്വരൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വാദിക്കാം. വിശ്വാസമുള്ളവർ പറയും ഉണ്ടെന്ന് പറയും, വിശ്വാസം ഇല്ലാത്തവർ ഇല്ല എന്ന് പറയും.
പക്ഷെ അവനവൻ ഇല്ല എന്ന് പറയില്ലല്ലോ. ഭാഗവതത്തിലുണ്ട് യത് ഋതേന നിഷേധസിദ്ധിഹീന. തന്റെ അസ്തിത്വം ഉള്ളതുകൊണ്ടാണ് ബാക്കിയുള്ളവർക്ക് ഇല്ല ഇല്ല എന്ന് പറയണത്. അപ്പൊ ആ വാസ്തവത്തിൽ നാസ്തികൻ എന്ന് പറഞ്ഞ ആരുമില്ല. നാസ്തി എന്ന് പറയാൻ ഒക്കില്ല. എല്ലാവരും അഹമസ്മി എന്നാണ് പറയുന്നത്. അസ്തിത്വം അവിടെ തന്നെ സ്വീകരിച്ചു. അവനവന്റെ ഇരുപ്പ് ആരും നിഷേധിക്കണില്ല അല്ലേ? അപ്പോ എന്താ ഈ അവനവന്റെ അസ്തിത്വം? ഈ ഞാൻ ആരാണ്? ഈശ്വരൻ ഇരിക്കട്ടെ. വൃന്ദാവനത്തിലൊരു അഖണ്ഡാനന്ദ സരസ്വതി സ്വാമി ഉണ്ടായിരുന്നു. മഹാവിദ്വാനായിരുന്നു. അദ്ദേഹം ഒരു ശ്ലോകം എഴുതി. വൈകുണ്ഠക്കേന ദൃഷ്ട. അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് വരുമ്പോ അതിന് ബലം കൂടും. എന്താ വെച്ചാൽ മഹാഭാഗവത പണ്ഡിതനായിരുന്നു. വൈകുണ്ഠക്കേന ദൃഷ്ട ശ്രവണപഥഗത സ്വപ്നവദ്ഭാതി ചിത്തേ. വൈകുണ്ഠത്തിനിപ്പോ ആര് കണ്ടു? അത് കേട്ടിട്ടുണ്ട് ശാസ്ത്രത്തില് പുരാണങ്ങളിലൊക്കെ കേട്ടിട്ട് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം വരണമെന്നല്ല. അതിപ്പോ പോയി കണ്ടിട്ട് വന്നപ്പോ ഒന്നും പറഞ്ഞില്ല. വൈകുണ്ഠക്കേന ദൃഷ്ട ശ്രവണപഥഗത സ്വപ്നവദ്ഭാതി ചിത്തേ തദ്വൃത്തീനാം നിരോധ സഹജശയനവത് തത്ര കോവാ പ്രമോദ. ഈ ചിത്തവൃത്തി നിരുദ്ധമായിട്ടുള്ള സമാധി ഉണ്ടല്ലോ, അതും കുറച്ചു നേരത്തേക്ക് ഒരു മണിക്കൂർ ഇരുന്നു, അരമണിക്കൂർ ഇരുന്നു. ഉറക്കം പോലെ തന്നെ ടൈം ബൗണ്ടാണ്. തദ്വൃത്തീനാം നിരോധ സഹജശയനവത് തത്ര കോവാ പ്രമോദ. ഇതിനൊക്കെ ആദിയും അന്തമുണ്ട്. പ്രാക് പ്രത്യഗ്ഭാവമുക്തം. ആരംഭ അവസാനം ഇല്ലാതെ നിത്യമായിട്ട് എന്തുണ്ട് എന്നുവെച്ചാൽ പ്രാക് പ്രത്യഗ്ഭാവമുക്തം തദിദം അഹം അഹം ഇതി ബ്രഹ്മപൂർണം നചാന്യത്. പൂർണ്ണാനന്ദോപദേശോ ദിശി വിദിശി സദാ മംഗളം ദേദിശിത്തു. ഹൃദയത്തില് പ്രാക് പ്രത്യഗ്ഭാവമുക്തം, എപ്പോഴും നിത്യസിദ്ധമായി ഉള്ളില് അഹം അഹം എന്ന അനുഭവം എല്ലാവർക്കും സിദ്ധമാണ്. സംശയമേ ഇല്ല. ബാക്കി എല്ലാത്തിനും സംശയമുണ്ട്. ഒരു ഇരുട്ട് മുറിയിലിരുന്നാൽ ഞാനുണ്ടോ എന്ന് ഒരാൾക്ക് സംശയം വരില്ല. വികല്പം എന്ന് വെച്ചാൽ സംശയമാണ്. നിർവികല്പം എന്ന് വെച്ചാൽ സംശയമേ ഇല്ലായ്മ. ഒന്നുകൂടെ കേട്ടോളാം. വികല്പം എന്ന് വെച്ചാൽ സംശയമാണ്. നിർവികല്പം എന്ന് വെച്ചാൽ സംശയമില്ലായ്മ. ഒരു കാര്യത്തിലേ ഉള്ളൂ, അത് അവനവന്റെ അസ്തിത്വത്തില്. കോൺഷ്യസ്നെസ് ഈസ് നോട്ട് എ തോട്ട്. എവറിത്തിങ് എൽസ് ഈസ് എ തോട്ട്. ബാക്കിയൊക്കെ ചിത്തവൃത്തി കൊണ്ട് ഉണ്ടാക്കപ്പെട്ടതാണ്. നിങ്ങൾ അറിവെന്ന് പറയണതും ചിത്തവൃത്തിയാണ്. എനിക്ക് അറിയില്ല എന്ന് പറയണതും ചിത്തവൃത്തിയാണ്. ഇന്നലെ വൈകുന്നേരം നമ്മൾ പറഞ്ഞു ലളിതാ സഹസ്രനാമത്തില് ഭാവ അഭാവ വിവർജിത അല്ലേ? ഭാഷാരൂപ. ഗുരു മഹാവാക്യോപദേശം ചെയ്യുമ്പോ ആ ഭാഷ കൊണ്ട് അറിയപ്പെടുന്ന വസ്തു ചിതിഹി തത്പദലക്ഷ്യാർത്ഥം. ആ ചിദ്വസ്തുവിന്റെ അറിവ് അത് അസ്തിത്വമോ നാസ്തിത്വമോ അല്ല. നമ്മൾ അറിയുന്ന രീതിയിൽ ഒരു വസ്തു പോലെയല്ല. അതിന്റെ അസ്തിത്വം നിഷേധിക്കാനേ ഒക്കില്ല. അത് സിമ്പിൾ എക്സിസ്റ്റൻസ്. നമ്മൾ ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തില് സദാ അപരോക്ഷം എന്ന് പറയണം. ഒരുപാട് കൂടുതൽ പറയണ്ടോ? വളരെ സരളാണ്. ആദ്യം തന്നെ അങ്ങോട്ട് പച്ചക്കങ്ങോട്ട് പറഞ്ഞു, അത്രയേ ഉള്ളൂ. വളരെ സരളാണ്. ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് ഡൗട്ട് ഉണ്ടാവാം. അവനവന്റെ നിലനിൽപ്പ് ഇരുപ്പില് ആർക്ക് സംശയമില്ല അല്ലേ? ഇനിയിപ്പോ എന്താ വേണ്ടത്? അതിലേക്കൊന്ന് ശ്രദ്ധിക്കുക, അത്രേ വേണ്ടു. ബാക്കിയൊക്കെ അവിടെ ഉണ്ട്. മഹാവാക്യം, ആദ്യത്തെ മഹാവാക്യം പ്രജ്ഞാനമാണ് സത്യം. പ്രജ്ഞാനം എന്ന് വെച്ചാൽ എന്താ? സ്വയം പ്രകാശ വസ്തു. ബാക്കിയൊക്കെ ഇന്ദ്രിയവേദ്യമാണ്. സ്വയം പ്രകാശമായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ. അവനവന്റെ അസ്തിത്വം സ്വയം പ്രകാശമാണ്. സൂര്യചന്ദ്രാദികൾ പോലും ഇന്ദ്രിയവേദ്യമാണ്. ഇന്ദ്രിയങ്ങളൊക്കെ മനസ്സുള്ളത് കൊണ്ടാണ് അറിയപ്പെടുന്നത് അല്ലേ? ഇതൊക്കെ ഹരിനാമ കീർത്തനത്തില് പറഞ്ഞു. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ്
മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമഃ. എല്ലാത്തിനെയും പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന താൻ, ഞാൻ, താൻ. രണ്ട് വാക്കുണ്ടല്ലോ നമുക്ക്. മലയാളത്തിലുണ്ട്, തമിഴിലുണ്ട്, ബാക്കി ഒരു ഭാഷയിലുണ്ടെന്ന് തോന്നുന്നില്ല. ഈ ഞാൻ എന്നുള്ളതിന് ഒരു പര്യായ പദം ഉള്ളതായിട്ട് ബാക്കി ഭാഷ എനിക്ക് തോന്നുന്നില്ല. ഈ ഞാനെന്നും പറയും, താൻ എന്നും പറയും. നമ്മൾ പറഞ്ഞു ഇപ്പൊ താൻ നീ ആയിട്ട് മാറിപ്പോ. താൻ വരണ്ട എന്ന് പറയും അല്ലേ. പക്ഷെ താനെന്നുറയ്ക്കുമളവ് എന്നാണ്. തന്മ തന്നിലാണ്, തന്റെ സ്ഥിതിയാണ്. താനേ താനേ തത്വം ഇതനെ താനേ കാട്ടുവായ് അരുണാചല. അക്ഷരമണമാലയില് മഹർഷിയുടെ ഒരു പാട്ടാണ്. വസ്തു എന്താണ്? താനേ താനേ തത്വം. പൂർണ്ണ വസ്തു ഹൃദയത്തില് നമ്മളുടെ അസ്തിത്വമായി സ്വസ്വരൂപമായി സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ മുദ്ര ദക്ഷിണാമൂർത്തി സ്തോത്രത്തില് ശങ്കരാചാര്യർ പറഞ്ഞു, ബാല്യാദിഷ്വപി ജാഗ്രതാദിഷു തഥാ സർവാസു അവസ്ഥാസ്വപി വ്യാവൃത്താസു അനുവർത്തമാനം അഹം ഇതി അന്തസ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി. ഈശ്വരൻ മറച്ചു പിടിച്ചിട്ടൊന്നുമില്ല എന്നാണ് നമ്മൾ പറയണത്. ഭഗവാൻ മറഞ്ഞിരിക്കണമെന്നോ? ശങ്കരാചാര്യർ പറഞ്ഞു പ്രകടീകരോതി എന്നാണ്. നല്ലവണ്ണം പ്രകടിപ്പിക്കാത്രേ. എങ്ങനെയാ പ്രകടിപ്പിക്കണതെന്ന് വെച്ചാൽ ഭദ്രയാ മുദ്രയാ, നല്ല മംഗളമായ, സർവതോ ഭദ്രമായ മംഗളമായ മുദ്രയോടുകൂടെ ശിവൻ ദോ ഇവിടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് പ്രകാശിപ്പിച്ചും കൊണ്ടേയിരിക്കുന്നുണ്ട്. എങ്ങനെയാ? അഹം ഇതി ഭദ്രയാ മുദ്രയാ. ഞാൻ എന്ന് ഹൃദയത്തിൽ പ്രകാശിച്ചുകൊണ്ടേയിരിക്കണം. ഒരു മുദ്രയാണ് ഈ അഹംവൃത്തി. വായ തുറന്നു കഴിയുമ്പോഴാണ് അഹം എന്ന് പറയണത്, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയണത്, നാൻ എന്ന് പറയണത് അല്ലേ, ഇംഗ്ലീഷിൽ ഐ എന്ന് പറയണത്. വായ് തുറക്കാതെ ഒന്ന് അഹം എന്ന് പറഞ്ഞു നോക്കുക. വ്യാഹരിക്കാതെ അവ്യാഹൃതമായിട്ട് ഉള്ളില് അതിന്റെ സ്പന്ദനം മാത്രമായിട്ട്, അതിന്റെ തുടിപ്പ് മാത്രമായിട്ട്, ആ തുടി മാത്രമായിട്ട്, ത്രോബിങ് മാത്രമായിട്ട് ഹൃദയത്തില് അത് ശിവന്റെ മുദ്രയാണ്. ഹൃദയത്തില് അഹം അഹം ഇതി സ്ഫുരന്തം അന്തസ്ഫുരന്തം സദാ ഹൃദയത്തിൽ സ്ഫുരിക്കുന്നു. സ്ഫുരണ, സ്പന്ദനം. നമ്മളൊരു മന്ത്രജപം ചെയ്യുമ്പോ സ്പന്ദനാണ്. അനേക ചിത്തവൃത്തികളുള്ള ചിത്തത്തില് മന്ത്രം സ്പന്ദനമാണ്. ആ സ്പന്ദനം ഹൃദയത്തിൽ അടങ്ങുമ്പോ ആ മൂലസ്പന്ദനം, ചിത്തത്തിന്റെ മൂലസ്പന്ദനം, അതിലാണ് ലയിക്കുന്നത്. ആ മൂലസ്പന്ദനം അഹം അഹം ഇതി അന്തസ്ഫുരന്തം സദാ സദാ ഞാൻ 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 എന്ന് ഉള്ളില് പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്പന്ദനത്തിന്റെ സ്വരൂപം എന്താണ്? എന്താണ് ഈ ഞാൻ എന്ന് പറയണത്? ആരാണ് ഈ ശരീരത്തിനകത്ത് ഒരാൾ ഇരിക്കുന്നത്? ഉപനിഷദർത്ഥം മുഴുവൻ അതിൽ കഴിഞ്ഞു. ഏന രൂപം രസം ഗന്ധം ശബ്ദാൻ സ്പർശാൻശ്ച മൈഥുനാൻ ഏതേനൈവ വിജാനാതി കിമത്ര പരിശിഷ്യത്തെ ഏതദ്വൈ തത്. ആരാണ് ഇതിനകത്തിരുന്ന് കണ്ണുകൊണ്ട് രൂപം കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, മൂക്കുകൊണ്ട് മണക്കുന്നു, നാവ് കൊണ്ട് രുചിക്കുന്നു, ത്വക്കുകൊണ്ട് സ്പർശിക്കുന്നു, കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ സ്വപ്നം കാണുന്നു. സുപ്തേഷു ജാഗർത്തി കാമം കാമം പുരുഷോ നിർമ്മിമാണ്. പലവിധ ആഗ്രഹങ്ങൾ ഉണ്ടാക്കി ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് കിടന്നാലും ഉള്ളിലൊരു വെളിച്ചം ഉണർന്നു. കണ്ണാടിയൊന്നും വേണ്ടല്ലോ സ്വപ്നം കാണാൻ, അല്ലേ? ആര് കാണുന്നു? എന്താണ് ഈ അന്തര്യാമി ദേവതയുടെ സ്വരൂപം? സകല വൈദിക മതമും ഈ സെന്ററിൽ അവസാനിച്ചു. അവനവനെ അറിയുന്നതിൽ, അവനവന്റെ സ്വരൂപം എന്താണെന്ന് അറിയുന്നതിൽ അവസാനിച്ചു. ആരംഭത്തിൽ തന്നെ നമ്മള് പരമാർത്ഥത്തിനെ ഇങ്ങോട്ട് എടുത്ത് പറഞ്ഞിട്ടാണ് ഇപ്പോ ഗ്രന്ഥത്തിലേക്ക് കടക്കണത്.
എല്ലാം വേദാന്ത വിചാരം മുഴുവനും ആത്മജ്ഞാനത്തില് പൂർത്തിയായി. തമേവൈക്കും ജാനഥ ആത്മാനം അന്യാവാചോ വിമുഞ്ചഥ അമൃതശ്ചൈഷസേതു. മുണ്ടകോപനിഷത്ത് ഒരു മന്ത്രം. അമൃതത്വത്തിന് നേരെ ഒരു പാലം പറഞ്ഞുതരാം. ആത്മാനം ജാനഥ അന്യാവാചോ വിമുഞ്ചത. നിങ്ങൾക്ക് ശാന്തി വേണോ, സുഖം വേണോ, കുറച്ചു കാലത്തേക്ക് ബാക്കിയൊക്കെ മാറ്റിവെക്കാം. ബാക്കിയൊക്കെ മാറ്റിവെച്ചിട്ട് അവനവന്റെ സ്വരൂപം എന്താണ് എന്ന് ചോദിക്കാം. താൻ ആരാണ്? ഈ മരിച്ചു പോകുന്ന ആൾ ഇപ്പൊ എന്തൊക്കെ നേടിയെടുത്താൽ അവസാനം അവിടെ അവസാനിക്കും. വലിയ വലിയ ആളുകള് ലോകം മുഴുവൻ കിടുകിടാ വിറപ്പിച്ച് നടന്നിട്ട് ചാവാൻ കിടക്കുമ്പോ ഡെഡ് ബോഡി ശവം എടുക്കാൻ ആളില്ല. അത്രയേ അവർക്ക് സാധിച്ചുള്ളൂ. പുറമേക്ക് പിടിച്ചടക്കുന്ന സാമ്രാജ്യമൊക്കെ അകത്ത് പരാജയപ്പെട്ടു പോയി. അതുകൊണ്ട് സ്വയം ഉള്ളിലുള്ള സാമ്രാജ്യം ഒന്ന് അന്വേഷിക്കാം. ആരാണ് അതിനകത്തുള്ളത്? തന്റെ സ്വരൂപം എന്താണ്? അതറിഞ്ഞു കഴിയുമ്പോ വേദാന്തത്തിന്റെ നിശ്ചയമായ അഭിപ്രായമാണ് ആനന്ദം നമ്മളിലുണ്ട്. ആനന്ദം നമ്മളുടെ സ്വരൂപമാണ്. നിങ്ങളത് നേടിയെടുക്കേണ്ട കാര്യമല്ല. ന ഉത്പാദ്യം ന ആപ്യം ന സംസ്കാര്യം ന വികാര്യം ന കർത്തൃഭോക്തൃരൂപം വാ. ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല, നേടിയെടുക്കേണ്ടതല്ല. ദർ ഇസ് നോ ഡിസ്റ്റൻസ്. അത് നിങ്ങളുടെ സ്വരൂപമാണ്, സ്വാഭാവിക സ്ഥിതിയാണ്. വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് സിദ്ധന്മാർ ചിലർ ചുമ്മാ ഇരുന്നു. നിന്നിലുണ്ട് വസ്തു, പുറത്ത് ഓടി നടക്കുന്നതൊക്കെ മതി. സത്യം നിന്നിലുണ്ട്, നിന്റെ സ്വരൂപമാണ്. നീ ആരാണ്? മഹർഷിയുടെ അടുത്ത് ആരെങ്കിലുമൊക്കെ ചോദ്യം ചോദിച്ചാൽ പോലും ആ ചോദ്യം ചോദിക്കുന്ന ആളുടെ അടുത്തേക്ക് തിരിച്ചു വിട്ടിട്ട് ഈ ചോദിക്കുന്ന ആൾ ആരാണ്, അവന്റെ സ്വരൂപം എന്താണ്? നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടത് അതാണ്. സയൻസ് ഇത്ര പ്രോഗ്രസ് ആയിട്ടും ഇത്രയും കാലമായിട്ട് കോൺഷ്യസ്നെസ് പോലും ഒരു ഒബ്ജക്റ്റായിട്ട് അന്വേഷിക്കുകയാണ്. അന്വേഷിക്കണവൻ ആരെന്ന് അന്വേഷിച്ചില്ല. വിജ്ഞാതാരമറേ കേന വിജാനീയാത്. വിജ്ഞാതാവിനെ അന്വേഷിച്ചില്ല. എല്ലാം അറിയുന്നവൻ ആരാ? ഹിരണ്യകശിപു വൈകുണ്ഠം വരയ്ക്കും പോയി, പാതാളം വരയ്ക്കും പോയി. എന്നിട്ട് പറഞ്ഞു നാരായണൻ എവിടെയും കാണാനില്ല എന്ന്. നാരായണീയത്തിലെ ഭട്ടതിരി പറയുന്നുണ്ട്, ബഹിർദൃഷ്ടേഹേ അന്തർദധിത ഹൃദയേ സൂക്ഷ്മ വപുഷ. ഇയാള് പുറമേക്കൊക്കെ അന്വേഷിച്ചു, അന്വേഷിക്കണവനെ വിട്ടുകളഞ്ഞു. അത്ര പവർഫുൾ ആയിട്ടുള്ള ആൾ. അതാണ് പ്രഹ്ലാദൻ പറയണത്. ആ നരസിംഹസ്തുതിയിൽ പറഞ്ഞു, ഈ വലിയ വലിയ ആളുകളൊക്കെ എത്ര പോയാലും ഏതുവരയ്ക്കും പോവാം. എന്റെ അച്ഛൻ പോയ സ്ഥലം വരയ്ക്കും പോവാൻ ഒക്കുവോ? എന്റെ അച്ഛൻ ഒന്ന് ചിരിച്ചാൽ ഇന്ദ്രാദി ദേവതകളെ സിംഹാസനം വിട്ട് ചോട്ടിൽ വീഴുമായിരുന്നു. ആ അച്ഛനോ സത് നിരസ്ത. ആ ഹിരണ്യകശിപുവാണ് അവിടെ പിച്ചി ചീന്തിയിട്ടിരിക്കുന്നത്. നിമിഷങ്ങൾ കൊണ്ട് പിച്ചി ചീന്തിയിട്ടിരിക്കുന്നത് അല്ലേ? നമ്മൾ കണ്ടതാ എത്ര ആളുകൾ. ഇപ്പൊ തമിഴ്നാടിന് വിറപ്പിച്ച ഒരാള് ആ സ്വത്തൊക്കെ ഇപ്പൊ ആർക്കാ കൊടുക്കേണ്ടതെന്ന് അറിയാതെ അവിടെ ഇങ്ങനെ തെരുവിൽ കിടക്കാം. ആരെന്തു കൊണ്ടുപോയി? അപ്പൊ ഇതൊന്നും കാര്യമില്ല. ശാന്തമായിട്ട് സഹജമായിട്ട് വലിയ വസ്തു തെറിയേ വേണ്ട, മെനക്കെടേ വേണ്ട. നമ്മളുടെ ഉള്ളിൽ ഒരു വലിയ നിധിയുണ്ട്. ഇത്തിരി ശ്രദ്ധ അങ്ങോട്ട് തിരിച്ചാൽ മതി. ജ്ഞാനം ശ്രദ്ധ കൊണ്ടാണ്. ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം നത്തു സാധനാവാൻ. സാധനയൊക്കെ ചിത്തശുദ്ധിക്ക്. ശ്രദ്ധ. മൂക്കത്ത് കണ്ണട വെച്ചു. ചിലർ കണ്ണടയുടെ ഉള്ളിൽ കൂടെ കണ്ണട തരും.
ആ കണ്ണട അടുത്ത് എത്താൻ സാധനം വേണോ? ഒരു പുസ്തകം വായിച്ച് കണ്ണട മൂക്കിലുണ്ട്, നിങ്ങളുടെ മൂക്കിലുണ്ട്, ഇതൊക്കെയാണ് ഇപ്പൊ മോഡേൺ സയൻസ് എന്നൊക്കെ പഠിച്ച് പരീക്ഷ എഴുതി. ഇനി വേണ്ടല്ലേ, ഇങ്ങനെ തൊട്ടു നോക്കിയാ തൊടു പോലും വേണ്ട, മുഖത്ത് എന്തെന്ന് പറയുമ്പോ തന്നെ ലജ്ജ വരും. അയ്യേ എന്ന് പറയും. ഇപ്പത്തെ കണ്ണടയൊക്കെ ചിലതൊക്കെ അങ്ങനെയാണ്, ഉണ്ടെന്ന് തന്നെ അറിയില്ല. ഉണ്ടെന്ന് പറയുമ്പോ അല്ലേ, അതിലൂടെയാണ് തിരയണത്. അതുപോലെ നമ്മൾ സ്വയമേവ ആ വസ്തുവായി ഇരുന്നും കൊണ്ടാണ് അന്വേഷിക്കുന്നത്. തന്നിൽ തന്നെ ആത്മനി ഗൂഢബോധം എന്ന് ഭാഗവതത്തില്, തന്നിൽ തന്നെ ഗൂഢം എന്നൊക്കെ പറയാണ്, പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ഗുരു ദേശികദയ എന്താ? ദേശികൻ കാണിച്ചു തന്നു, കണ്ടു. അതുകൊണ്ടാണ് അയ്യേ അതിസുലഭം. അങ്ങനെയുള്ള ആ സത്യത്തിനെ മറന്നു കളഞ്ഞതാണ് സകല ദുഃഖത്തിനും മൂലകാരണം. അതിനെ അറിയാതെ നിങ്ങൾ എത്രയൊക്കെ തന്നെ പുരോഗമിച്ചാലും, ആകാശത്തിനെ തോൽപ്പായ ചുരുട്ടണ പോലെ ചുരുട്ടിയാലും സമാധാനം ഉണ്ടാവില്ല. ശ്വേതാശ്വതര ഉപനിഷത്ത് കൊടുക്കുന്ന ഒരു ദൃഷ്ടാന്താണ്. യഥാ ചർമ്മവത് ആകാശം വേഷ്ടയിഷ്യന്തി മാനവാഹ തദാ ദേവമവിജ്ഞായ ദുഃഖസ്യ അന്തോ ഭവിഷ്യതി. ഒരു തോൽപ്പായ ചുരുട്ടണ പോലെ ആകാശം ചുരുട്ടാൻ ഒക്കോ? അതേപോലെ ദേവം അവിജ്ഞായ, ഉള്ളിലുള്ള ദേവനെ അറിയാതെ ദുഃഖത്തിന് അറുതിയും വരില്ല, സ്വസ്ഥത വരില്ല. സ്വസ്ഥം എന്ന് പറയുന്നത് തന്നെ, സ്വം എന്ന് പറയുന്നത് തന്നില് സ്ഥം ഇരിക്കുക. നമ്മൾ മലയാളത്തിലെ പണ്ട് ചോദിക്കുന്ന കാര്യമാണ്, സ്വസ്ഥാണോ എന്ന് ചോദിക്കും. ഇപ്പൊ ആരും ചോദിക്കാറില്ല. എന്താന്ന് വെച്ചാൽ സ്വസ്ഥതയില്ല. സ്വസ്ഥാണോ? സ്വത്തില് ഇരിക്കലാണ്. തഥാ ദ്രഷ്ടു സ്വരൂപേ അവസ്ഥാനം. ആ സ്വസ്ഥത അതാണ് മറന്നു കളയുമ്പോഴാണ് മഹാപുരുഷന്മാരൊക്കെ വന്ന് ഓർമ്മിപ്പിക്കുന്നത്. അത്രയൊന്നും നിങ്ങൾ മെനക്കെടണ്ട, നിങ്ങളുടെ ഉള്ളിലുണ്ട് വസ്തു, ഒന്ന് ഓർത്തു നോക്കാം. ചിത്തം, മനസ്സ് ഉള്ളില് അന്തർമുഖമായി ഒന്ന് അന്വേഷിച്ചു നോക്കാം. സ്വരൂപജ്ഞാനം ഉണ്ടായാൽ ശാന്തി ഉണ്ടാവും. ആത്മജ്ഞാനം കൊണ്ടേ ശാന്തി ഉണ്ടാവുള്ളൂ. ഇതൊക്കെ ഔപനിഷദമായ ആ അറിവ് പകർന്നു തരാനാണ് ശങ്കര ഭഗവത്പാദർ വന്നത്. ശങ്കരാചാര്യർ വന്നത് അതിനു വേണ്ടിയിട്ടാണ്. അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശിഖാതാപപാപച്യമാനാൻ മുക്ത്വാ മൗനം വടവിടപിനോ മൂലതോ നിഷ്പതന്തി ശംഭോഃ മൂർത്തിഃ ചരതി ഭുവനേ ശങ്കരാചാര്യരൂപ. ഗഹനമായ അജ്ഞാനത്തില് പെട്ട് അജ്ഞാനാന്തർഗഹനപതിതാണ്. അങ്ങനെയുള്ളവരെ രക്ഷിക്കാൻ എന്താ വഴി? ആത്മവിദ്യോപദേശൈ, ആത്മവിദ്യയെ ഉപദേശിച്ച് ത്രാതും രക്ഷിക്കാനായിട്ട് ആത്മവിദ്യോപദേശൈ ത്രാതും ലോകാൻ ഭവദവശിഖാ പാപച്യമാനാണ്. സംസാര കൊടുങ്കാട്ടിൽ ഉള്ള തീ, അത് നമുക്ക് ജീവിച്ചവർക്ക് അറിയാം അല്ലേ ആ തീ എന്താണെന്ന്. ആ തീ എന്താണ്? ഭാഗവതത്തിലെ വലിയ രാജാവായി യദു മഹാരാജാവ് അങ്ങനെ തെരുവിൽ നോക്കിയിരിക്കുമ്പോ ഒരു അവധൂതൻ വരണം. ശാന്തമായി സന്തോഷമായി ആനന്ദതുന്തിലനായിട്ട് വരണം. കുറെ കുട്ടികളൊക്കെ കൂടെ ഉണ്ട്. അതിന് തേജോമയമായിട്ട് വരുന്ന അവധൂതനെ കണ്ടിട്ട് യദു മഹാരാജാവ് ചെന്ന് ചോദിക്കുകയാണ്. രാജാവാണ്, എല്ലാ സുഖഭോഗങ്ങളുണ്ട്, എല്ലാ സൗകര്യമുണ്ട്, പക്ഷെ സന്തോഷമൊന്നുമില്ല. അതൊരു വിചിത്രമാണ് ലോകത്തിൽ. എല്ലാവരും ആഗ്രഹിക്കും പവറിന് വേണ്ടി, പക്ഷെ അവിടെ ചെന്നാൽ സന്തോഷമൊന്നുമില്ല. അമേരിക്കൻ പ്രസിഡന്റായ സന്തോഷം ഉണ്ടെന്ന് വിചാരിക്കും. അമേരിക്കൻ പ്രസിഡന്റുമാർക്കൊക്കെ ഉള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ അവിടെ ആരും ഉറങ്ങില്ല. ഈ വൈറ്റ് ഹൗസില് എന്താന്ന് വെച്ചാൽ അവരുടെ ഫാമിലി ഒന്നും ഉറങ്ങില്ല. രാത്രിയാവുമ്പോൾ പഴയ പ്രസിഡന്റുമാരൊക്കെ അവിടെ നിൽക്കുന്നത് കാണുവേ.
ഇപ്പത്തെ കഥയാത്. ഒന്നും ഉറക്കില്ല. എന്താന്ന് വെച്ചാൽ ആരൊക്കെയോ കാണണമെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ ഉറങ്ങുമെന്ന് പറയൂ. ഒബാമയുടെ ഭാര്യ പറഞ്ഞു അത്രേ, ഇങ്ങനെ തെരുവിൽ നടക്കും, ബാത്റൂമിലേക്ക് പോകുമ്പോ അവിടെ അബ്രഹാം ലിങ്കൺ നിൽക്കണു എന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ ഉറങ്ങും? ഒരു സമാധാനമില്ല. അതുകൊണ്ട് ഈ പൊസിഷൻ പോസ്റ്റ് ഒന്നും സന്തോഷത്തിന് കാരണമല്ല. ഇതൊക്കെ പവർ, മറ്റുള്ളവർ കണ്ട സല്യൂട്ട് അടിക്കുന്നല്ലാതെ സമാധാനമൊന്നുമില്ല. അപ്പൊ ഈ രാജാവ് നോക്കുമ്പോ ഈ അവധൂതനെ കണ്ടപ്പോ ഇത്തിരി അസൂയ തോന്നി. എന്താന്ന് വെച്ചാൽ നാളത്തേക്ക് ശാപ്പാട് എവിടുന്ന് കിട്ടുന്ന അറിയില്ല. ത്വംതു കൽപഃ കതിർ ദക്ഷഃ സുഭഗോ അമൃതഭാക്ഷണ. ഒക്കെ കാണാൻ നല്ല യുവാവാണ്, നല്ല ആരോഗ്യവാനാണ്, വേണമെങ്കിൽ പണിയെടുക്കാം, ഒന്നും ചെയ്യണില്ല. അമൃതഭാഷണ, ഒരു വാക്കു പറഞ്ഞാൽ ജ്ഞാനമുണ്ടാവും, അമൃതത്വം ഉണ്ടാവും, അനുഭവം ഉണ്ടാവും. അങ്ങനെയുള്ള ജ്ഞാനനിഷ്ഠ, ആനന്ദം ഒക്കെ കൂടെ കണ്ടിട്ട് ഈ അവധൂതനോട് ചെന്ന് ചോദിക്കുകയാണ്. കാട്ടുതീയിൽപ്പെട്ട് മൃഗങ്ങൾ ഓടുമ്പോ ഒരാന അതിന് നടുവിലൊരു ഗംഗ കാട്ടിലൂടെ ഒഴുകുന്നുണ്ട്, അതിനകത്തേക്ക് ഇറങ്ങി നിൽക്കുക അത്രേ ആന. അപ്പൊ ആന തീന്ന് രക്ഷപ്പെട്ടു. അതുപോലെ ഗംഗാംബസ്ഥ ഇവ ദ്വിപഃ ജനേഷു ദഹ്യമാനേഷു കാമലോഭദവാഗ്നിന ന തപ്യസേ അഗ്നിനാ മുക്ത ഗംഗാംബസ്ഥ ഇവ ദ്വിപഃ. ജനങ്ങളൊക്കെ തന്നെ കാമലോഭദവാഗ്നിന, അതിങ്ങനെ കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം പരസ്പരം എണ്ണയൊഴിച്ച് വളർത്തുകയാണ് നമ്മൾ. ടിവിയും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും പേപ്പറും രാഷ്ട്രീയവും ഒക്കെ കൊണ്ട് ഇത്തിരി ആരെങ്കിലുമൊക്കെ സമാധാനമായിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചാൽ പോലും സമ്മതിക്കാത്ത വിധത്തിൽ അടിച്ചും കൊണ്ടുപോകുന്ന രീതിയിൽ ഒരു കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഒരു സെന്ററിൽ നിന്ന ശാന്തിയാണ്. സെന്ററിൽ നിന്ന് ഇത്തിരി അങ്ങോട്ട് സർക്കംഫറൻസിലേക്ക് വന്ന അവിടെ ഓർബിറ്റ് ഉണ്ട്. ഏതെങ്കിലും ഒരു ഓർബിറ്റിൽ കാല് വെച്ചാൽ ഒന്ന് വട്ടം കറങ്ങിയിട്ടേ വരുള്ളൂ, ഒന്ന് വട്ടം കറങ്ങിയിട്ടേ വരുള്ളൂ. അല്ലാതെ തിരിച്ചങ്ങോട്ട് വരാൻ പറ്റില്ല, ഒക്കില്ല. അതിങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. ഈ ആന നദിയിലിറങ്ങി നിൽക്കണ പോലെ ഈ ബഹളത്തിന്റെ നടുവില് ശാന്തശീതളമായിട്ടിരിക്കുന്ന ആ മഹാപുരുഷനെ കണ്ടിട്ട് രാജാവ് ചോദിക്കുകയായി, പറയാമെങ്കിൽ ഒന്ന് പറയാ, എന്താ രഹസ്യം? ഇതിന്റെ സീക്രട്ട് എന്താണ്? ഇത്രയും ആളുകൾ ബുദ്ധിമുട്ടി വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ ശീതളത, ഈ കുളിർമ, അല്ലെ, ഗുരു അനുഗ്രഹം കൊണ്ട്, മഹാവാക്യം കൊണ്ട് ജ്ഞാനം ഉണ്ടായിരുന്നു. എന്താ ഈ ജ്ഞാനം? നമ്മുടെ ഭഗവാന്റെ അക്ഷരമണമാലയിൽ ഒരു പാട്ടുണ്ട്. അരുണാചലേശ്വരനോട് പ്രാർത്ഥിക്കുക, ചിത്തം കുളിര, എന്റെ ചിത്തം അങ്ങനെ കുളിർന്നു പോണം, ശീതളമാവണം. അതിന് ഗതിർ ഹസ്തം വൈത്ത്, ആ കൈയ്യന്റെ ശിരസിൽ വെച്ച്, എന്നുവെച്ചാൽ മഹാവാക്യം ഉപദേശിച്ച് ഗതിർ ഹസ്തം വൈത്ത് അമുതവായത്തിര എന്ന് വെച്ചാൽ മഹാവാക്യം ഉപദേശിക്കൂ എന്നർത്ഥം. അരുൺമതി അരുണാചല, കൃപാരൂപിയായ പൂർണ്ണചന്ദ്രനായ ഹേ അരുണാചലേശ്വര, എന്റെ ചിത്തം കുളിരണം വേണം. എന്നുവെച്ചാൽ അവിടെ അത്ര ചൂടുണ്ടേ, താപണ്ട്. ആ അന്തശീതളത, ആ കുളിർമ നമുക്ക് തരാനായിട്ടാണ് സത്സംഗം. മഹാപുരുഷന്മാർ കരുണയോടുകൂടെ ഇരിക്കുന്നത്. ആ സത്സംഗം ഇല്ലെങ്കിൽ ഈ കാട്ടുതീയിലൊക്കെ പെട്ടുപോകും. ഇത്തിരി നമ്മൾ രക്ഷപ്പെട്ടിരിക്കണമെന്ന് മാത്രം. അതിന്ന് ഇങ്ങനെ മാറി നിന്നു. ഇങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്, ഇതിന്ന് ഫ്രീ ആവാം. വേണമെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ യു ക്യാൻ വാക്ക് ഔട്ട്, ശാന്തമാവാം, സമാധാനമാവാം. ആ നിശ്ചലത, ശാന്തി നേടിയെടുക്കാൻ കഴിയും. ഒരു ഹീലിംഗ് ടോണിക് ഉണ്ട് എന്ന് ഒരു സന്ദേശമാണ് മുക്തപുരുഷന്മാർ, ജീവൻ മുക്തപുരുഷന്മാരിൽ നിന്നും കിട്ടുന്നത്. അവർ ചിലപ്പോൾ ഉപദേശിക്കൊന്നും വേണ്ട. യോഗവാസിഷ്ടം പറയണത് ഒരു മുക്തപുരുഷൻ ഉപദേശിക്കണമെന്നും വേണ്ട, അവിടെ ചെന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നാലും മതി എന്നാണ്. സ്വൈരകഥാഹ തേഷാം ഉപദേശാഭവന്തി. അവിടെ ചെന്നിട്ട് വലിയ വലിയ കാര്യമൊന്നും ഉപദേശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ലോകവർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ആ സാന്നിധ്യം ഒരു പുഷ്പത്തിന്റെ സുഗന്ധം പോലെ, പരിമളം പോലെ,
ആ സ്വാനുഭവ സമ്പന്നന്റെ സാന്നിധ്യം കിട്ടിയാൽ മതി എന്നാണ്. ആ സാന്നിധ്യത്തിന്റെ മഹിമ നമ്മളെയും ശാന്തമാക്കും, തൃപ്തരാക്കും. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ആചാര്യ ഭഗവത്പാദര് അജ്ഞാനാന്തർഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈ ത്രാതും ലോകാൻ ഭവദവശിഖാ താപപാപച്യമാനാൻ. നല്ലവണ്ണം വറുത്ത് കടുക് വറുത്തിട്ട് വേവിച്ചെടുക്കാന്നാണ്. പാപച്യം എന്നുവെച്ചാൽ പാചകം ചെയ്തെടുക്കുക, കുക്കിംഗ് ആണ്. പാപച്യമാനാൻ. ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴേ നിങ്ങൾ മാത്രമല്ല പഠിക്കുന്നത്, എനിക്കാണ് ഒരുപാട് പാഠം. എന്താണെന്ന് വെച്ചാൽ പലരും വരും, വന്നിട്ട് കുടുംബത്തിലുള്ള വിഷമങ്ങള്, പ്രശ്നങ്ങൾ ചിലരൊക്കെ ഒന്ന് പറയുമ്പോൾ ഓ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നപ്പോഴാണ് മനസ്സിലാവണം. എന്തെന്നൊക്കെ രക്ഷപ്പെട്ടു എന്നുള്ളതിനേക്കാളും ഭഗവാൻ രക്ഷപ്പെടുത്തി എന്ന് ഓർക്കുമ്പോ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതാണ് ഭക്തി. ആ ഭക്തിക്ക് കിടനിൽക്കില്ല നമ്മൾ സാധന ചെയ്ത് നേടുന്ന ഭക്തിയൊക്കെ. ആ കൃതാർത്ഥത ഉണ്ടല്ലോ, ആ കൃതാർത്ഥത, അതാണ് പരമഭക്തി എന്ന് പറയുന്നത്. ഉപദേശം, ഗുരുപദേശം കൊണ്ടുവരുന്നതും കൃതാർത്ഥതയാണ്. പരാഭക്തി എന്ന് പറയുന്നത് കൃതാർത്ഥതയാണ്. ആത്മജ്ഞാനിക്കുണ്ടാവുന്ന കൃതാർത്ഥതയ്ക്ക് പേരാണ് പരാഭക്തി. ഭഗവാൻ രക്ഷിച്ചു, ഗുരു രക്ഷിച്ചു. അപ്പോ ഇങ്ങനെ നമ്മൾ കാണും ഈ പാപച്യമാനാൻ എന്താണെന്ന്. പല വിധത്തിലുള്ള വിഷമങ്ങൾ. അതൊന്നും ദരിദ്രന്മാർക്കുള്ളതല്ല കേട്ടോ. ധാരാളം പണമുണ്ട്, വീടുണ്ട്, ധാരാളം സുഖസൗകര്യങ്ങളുണ്ട്. അവരുടെ ഒരു സഫറിങ്, അവരുടെ ഒരു വിഷമങ്ങൾ കാണുമ്പോ കാണാം ഇതൊന്നും കാര്യമില്ല. അവരെ കണ്ടിട്ട് ബാക്കിയുള്ളവരെ മോഹിക്കുകയാണ്. ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു വലിയ പാർട്ടി നമ്മളെ കാണാൻ വന്നു. ഒരു അമേരിക്കൻ ഗവൺമെന്റ് ലെവലുള്ള ഒരാളാണെന്ന് വെച്ചുള്ള, അയാളിപ്പോ എല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങോട്ട് പോയിപ്പോ. അദ്ദേഹം പറയായിരുന്നു, വളരെ പ്രസിദ്ധനാണ്. ഞാന് പ്ലെയിനിൽ പോവായിരുന്നു. അപ്പൊ എന്റെ പുറകെ ഒരു ഭാര്യാഭർത്താക്കന്മാരുടെ സംവാദം എന്റെ ചെവിയിൽ വീണു. അദ്ദേഹം വളരെ പ്രസിദ്ധനാണ്. അദ്ദേഹം കേൾക്കുക, ഭാര്യ ഭർത്താവിന്റെ അടുത്ത് പറയാണ്, നിങ്ങളിങ്ങനെ വിഷമിക്കണ്ട, ഒരു സമാധാനം ഇല്ലാതെ ജീവിക്കണമല്ലോ, ആരും നിങ്ങളെ സ്നേഹിക്കണില്ല, നിങ്ങളെ ആരും ബഹുമാനിക്കണില്ല എന്നൊക്കെ എന്തിനാ വിചാരിക്കണത്? എല്ലാവർക്കും നിങ്ങളോട് സ്നേഹമുണ്ട്, ഇത്തിരി സന്തോഷമായിട്ടിരിക്കൂ. ഒരു ശൂന്യമായ ജീവിതം, എന്ത് പ്രയോജനം ഇങ്ങനെ ജീവിച്ചിട്ട്? നോക്കൂ, ഭാര്യ ഭർത്താവിനോട് ചോദിക്കാം. അപ്പൊ ഇതിങ്ങനെ കേട്ടപ്പോ അദ്ദേഹം ഇങ്ങനെ തിരിഞ്ഞു നോക്കി. അദ്ദേഹം പറയാ എന്നോട്, ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ അമേരിക്കയിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു അസ്ട്രോണറ്റിനാണ് ഞാൻ കണ്ടത്. അദ്ദേഹത്തിന്റെ അടുത്താണ് ഭാര്യ പറയണത്, ഒരു സമാധാനം ഇല്ലാതെ നിങ്ങളിങ്ങനെ ജീവിക്കണമല്ലോ, എന്ത് പ്രയോജനം, ഇത്തിരി സമാധാനമായിട്ടിരിക്കൂ എന്നൊക്കെ. അപ്പൊ തന്നെ എനിക്കൊരു ഷോക്കായി. അത് കഴിഞ്ഞ് പ്ലെയിനിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ആ പൈലറ്റ് ഇറങ്ങി വന്ന് അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് കുലുക്കിയിട്ട്, സർ യു ആർ മൈ ഹീറോ ഓൾ മൈ ലൈഫ് എന്ന് പറയാം അദ്ദേഹത്തിനോട്. ആ ഹീറോവിന്റെ കഥയാണ് ഞാൻ ഈ ഫ്ലൈറ്റില് ചെവി കൊണ്ട് പുറകെ നിന്ന് കേട്ടത്. ഭാര്യ ഉപദേശിക്കുകയാണ്, ഇത്തിരി സമാധാനമായിട്ടിരിക്കൂ, ഇങ്ങനെ ജീവിതം വ്യർത്ഥാക്കണ്ടെന്ന്. അപ്പൊ വന്ന വലിയ ഷോക്കാ അദ്ദേഹത്തിന്. അദ്ദേഹം പറയാ, ഞാനും ഇപ്പൊ പ്രസിദ്ധനാണ്, എല്ലാമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ നല്ല ഭക്തയാ. അപ്പൊ ആ ഭാര്യയ്ക്കുള്ള സമാധാനം എനിക്കില്ല എന്നൊരു തോന്നലുണ്ടായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ അന്വേഷിച്ചും പിടിച്ചു വന്ന് എന്നോട് ചോദിച്ച കാര്യം എന്താന്ന് വെച്ചാൽ, ഞങ്ങൾക്കൊക്കെ അമേരിക്കയിലെ പാശ്ചാത്യ ദേശത്ത് രണ്ട് കാര്യമേ ഉള്ളൂ, ഒന്ന് ചൈൽഡ്ഹുഡ്, രണ്ട് അഡൾട്ട്ഹുഡ്. ഇതിന്ന് പുറകോട്ട് വരിക, ഈ വാനപ്രസ്ഥം എന്നുള്ളൊരു ആശയമേ ഇല്ല. എല്ലാത്തിനും ഒന്ന് വയസ്സാവുമ്പോ ഒരു മാധുര്യം വേണ്ടേ? ഇപ്പൊ എല്ലാരും വിചാരിക്കണ യൗവനത്തിനാണ് മാധുര്യം എന്നാണ്. യോഗവാസിഷ്ടത്തില് രാമൻ പറഞ്ഞു വസിഷ്ഠനോട്, ഭഗവാനെ എങ്ങനെയെങ്കിലും ഈ സങ്കടമായ യൗവനം അങ്ങോട്ട് കടത്തിത്തരിക എന്നാണ്. തേ ധന്യാഹ തേ മഹാത്മാനഃ തേവ പുരുഷാഭുവി ഏ സുഖേന സമുത്തീർണാഹ സാധോ യൗവന സങ്കടാത്. ഈ യൗവന സങ്കടം അങ്ങോട്ട് കടത്തി തന്നാൽ ഞാനൊന്ന് രക്ഷപ്പെട്ടു. അപ്പോ അദ്ദേഹം പറയും, ഇത്രയൊക്കെ നേടിയെടുത്ത ആളുകളുടെ കഥയാണത്. ഇതൊക്കെ ഒരു സാമ്പിളാണ്. നിങ്ങളൊന്ന് നടന്നു നോക്കിയാൽ മതി. വെറുതെ ഇങ്ങോട്ട് ചെവിയും കണ്ണും മൂടി വെക്കണ്ട, ഒന്ന് തുറന്നു നോക്കിയാൽ കാണാം.
ആരും അറിയാതെ നാട്ടും പുറത്ത് ഗ്രാമത്തിൽ ഭാഗവതവും വായിച്ചിരിക്കുന്ന ഒരാൾക്കുള്ള സമാധാനമൊന്നും ഈ പ്രസിദ്ധ ആളുകൾക്കൊന്നുമില്ല. ശാന്തി എന്ന് പറയുന്നത് ഇവിടെ ഉള്ളതാ, നേടിയെടുക്കണതല്ല. വലിയ വലിയ പൊസിഷൻ നേടിയെടുത്തിട്ടൊന്നും കിട്ടില്ല. അത് ഉള്ളിന് വരേണ്ടതാണ്. ഇതൊക്കെ കൂടെ ബുദ്ധിമുട്ടിക്കുകയാണ് നമ്മളുടെ മോഡേൺ മീഡിയ കാര്യങ്ങളൊക്കെ കൊണ്ടേ. ഇതൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കുന്നതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു ത്യാഗം. ഓരോന്നായിട്ട് അങ്ങോട്ട് വിടാം. ഒന്നും നേടിയെടുക്കാനേ ഇല്ല, ഉപേക്ഷിക്കാനേ ഉള്ളൂ. നേടിയെടുക്കും തോറും ബുദ്ധിമുട്ടാണ്. ഉപേക്ഷിക്കാനേ ഉള്ളൂ, സ്വതന്ത്രമാവാനേ ഉള്ളൂ. ആ ഉപദേശത്തിനാണ് പരമഹംസ വേഷധാരിയായിട്ട് സാക്ഷാത് പരമേശ്വരൻ ദക്ഷിണാമൂർത്തി മുക്ത്വാ മൗനം, തന്റെ മൗനത്തിന് താൻ തന്നെ ഭാഷ്യം രചിക്കാനായിട്ട് വന്നു. ദക്ഷിണാമൂർത്തിയായിട്ട് മൗനത്തിൽ ഉപദേശിച്ചു. ഈ സത്യം അത്ര സിമ്പിളാണെന്നാണ്, അതിന് ഭാഷ പോലും വേണ്ടെന്നാണ്. മഹർഷി പലപ്പോഴും മൃഗങ്ങൾക്കൊക്കെ ഉപദേശിച്ചു. അരുണാചലത്തില് പച്ചയമ്മൻ കോവിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ കുറെ മാവ് തോപ്പുണ്ടായിരുന്നു. ഒരു മുസ്ലിം അത് വാടകയ്ക്ക് എടുത്തിട്ട് മാങ്ങ പറിച്ച്, നമ്മുടെ നാട്ടിലുണ്ടല്ലോ, പൈസ കൊടുത്ത് സമയമാകുമ്പോൾ മാങ്ങ എടുത്തോണ്ട് പോകും. അപ്പൊ അയാൾ ഒരാളെ കാവല് നിർത്തി ഒരു കവണയും കൊടുത്തൊരു ചെക്കൻ കുരങ്ങ് വരുമ്പോ കല്ല് വെച്ച് കവണ കൊണ്ട് അടിക്കും. ഒരു കുരങ്ങിന്റെ മേലെ കല്ല് തട്ടിയിട്ട് കുരങ്ങ് ചത്തുപോയി. ഈ കുരങ്ങുകൾ നല്ല ഫാമിലി ഗ്രൂപ്പാണ്, നമ്മളെക്കാള് സ്നേഹവും അച്ചടക്കവും ഉള്ളവരാ. ഇവരൊക്കെ കൂടെ കൂട്ടത്തോടെ ഇരുന്നിട്ട് കരയാ, വട്ടത്തിലിരുന്നിട്ട്. അപ്പൊ മഹർഷി അവിടെ ഉണ്ട്. ഈ വാനരന്മാർക്ക് സർവഭൂതഹൃദയം മുനിമാനത്തോസ്മി എന്ന് പറഞ്ഞ പോലെ കുരങ്ങുകൾക്ക് അദ്ദേഹം കുരങ്ങാണ്, മയിലുകൾക്ക് അദ്ദേഹം മയിലാണ്, അവർക്കൊക്കെ സ്വന്തം ആളാണ്. അപ്പൊ ഇവരൊക്കെ ഇരുന്ന് മഹർഷിയുടെ ചുറ്റും ഇരുന്നിട്ടാണ് കംപ്ലൈന്റ്. അപ്പൊ മഹർഷി അവരോട് പറഞ്ഞു, ഒന്നും ഭയപ്പെടാട്ടോ, എല്ലാവർക്കും ഉണ്ടാവും. മരണം എന്ന് പറയുന്നത് ശരീരത്തിന്റെ സ്വഭാവമാണ്. ഉള്ളിലുള്ള വസ്തുവിനും മരണമൊന്നുമില്ല. ആരെടുത്താ പറയണമെന്ന് വെച്ചാൽ കുരങ്ങിന്റെ അടുത്ത്. ഉള്ളിലുള്ള വസ്തുവിന് മരണമൊന്നുമില്ല, അതറിഞ്ഞാൽ സമാധാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒരു ഗുജറാത്തി ഇത് കേട്ടുകൊണ്ടിരുന്ന ആള് പറഞ്ഞു, ഭഗവാൻ ഞങ്ങൾക്കേ കേൾക്കുമ്പോൾ വലിയ വിഷമുണ്ട്, ഈ കുരങ്ങിന് മനസ്സിലാവുമോ? അപ്പൊ ഭഗവാൻ പറഞ്ഞു, ഇപ്പൊ എന്താ വ്യത്യാസം? നിങ്ങൾക്കും മനസ്സിലാവില്ല, അതിനും മനസ്സിലാവും. ചിലര് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, അതേപോലെ അവർക്കും മനസ്സിലാവും. ഈ മനസ്സിലാവുന്നത് നിങ്ങളുടെ സാമർത്ഥ്യം കൊണ്ടാണെങ്കിൽ മഹാബുദ്ധിശാലികളൊക്കെ മനസ്സിലാക്കേണ്ടതാ അല്ലേ? വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ വേദാന്തം കേട്ട് ബ്ലിങ്കടിച്ചിട്ടിരിക്കും, ഒന്നും ഉള്ളിൽ പോവില്ല. ചിലപ്പോ കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാവും, ചെറിയ കുട്ടികൾക്ക് മനസ്സിലാവും. എങ്ങനെയാ മനസ്സിലാവുന്നത്? ഈശ്വരന്റെ കൃപ എന്ന് പറയുന്നത് ആ മനസ്സിലാവലാണേ. അത് ചിലപ്പോ മൃഗങ്ങൾക്ക് സാധിക്കും, ചിലപ്പോ കുരങ്ങിന് സാധിക്കും, ഒക്കെ സാധിക്കും. ആർക്ക് കിട്ടണം എന്ന് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ടോ അവർക്ക് സാധിക്കും. അപ്പോ എല്ലാവരുടെ ഉള്ളിൽ ആ വസ്തുവില്ലേ, അത് പിടിച്ചെടുത്തോളും, ആ കൃപാശക്തി എന്ന് പറയും. അപ്പോ അതുകൊണ്ട് ആ ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് സ്വതന്ത്രമായിട്ട് ശ്രവണം ചെയ്യാം. ഉള്ളിലുള്ള വസ്തുവിന് ഈ അറിവ് വേണം. ഈ അറിവാണ് ടോണിക്. ആത്മനാ വിന്ദത്തെ വീര്യം, വിദ്യയാ വിന്ദത്തെ അമൃതം എന്നാണ്. ഈ ആത്മവിദ്യ കൊണ്ട് അമൃതാനുഭവം ഉണ്ടാവും, വീര്യം ഉണ്ടാവും. അപ്പോ ഇത് കൊടുക്കാനായിട്ടാണ് മുക്ത്വാ മൗനം. ആ മൗനത്തിന് തത്കാലം മാറ്റിവെച്ചു ദക്ഷിണാമൂർത്തി. എന്താന്ന് വെച്ചാൽ ഈ ഭാഷ്യവും കൃതികളൊക്കെ എഴുതി നമുക്ക് തരണം. അതിനു വേണ്ടിയിട്ട് മുക്ത്വാ മൗനം വടവിടവിനോ മൂലത്തോ നിഷ്പതന്തി. ആ വടവൃക്ഷ ചുവട്ടിൽ നിന്നും ഇറങ്ങി വന്നു ശംഭോഹു മൂർത്തി, പരമേശ്വരന്റെ മൂർത്തി. ചരതി ഭുവനെ. ഈ ഗ്രന്ഥങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഉള്ളത് വരയ്ക്കും, അത് പ്രസന്റ് ടെൻസ് ആണ്, പാസ്റ്റ് ടെൻസ് അല്ല. ചരതി എന്ന് വെച്ചാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. ശങ്കരാചാര്യ രൂപ, ആചാര്യ ഭഗവത് പാദരായിട്ട് സഞ്ചരിക്കുന്നു. അങ്ങനെ ശ്രീശങ്കരാചാര്യർ നമുക്കറിയാം കേരളത്തിൽ ജനിച്ചു എന്നാണ് പറയണത്. നമുക്ക് അത്രയൊക്കെ യോഗ്യത ഉണ്ടോയെന്ന് അറിയില്ല, നിശ്ചയില്ല. എന്താന്ന് വെച്ചാൽ ഇന്നിപ്പോ കേരളം നമ്മൾ എത്ര കണ്ട ആചാര്യസ്വാമിയെ സ്മരിക്കേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ വലിയ വിഷമം. അപ്പൊ ഇവിടുന്ന് ആ സത്യം അറിയാനായിട്ട് മധ്യപ്രദേശ് വരയ്ക്കും പോയി. ഒരു 8 വയസ്സ് ബാലൻ നടന്ന് ഓംകാരേശ്വരം വരയ്ക്കും പോയി.
ഓംകാരേശ്വരം വരയ്ക്ക് പോയി ഗോവിന്ദ ഭഗവത്പാദരുടെ അടുത്ത്. ഗോവിന്ദ ഭഗവത്പാദർ ഗൗഡപാദാചാര്യരുടെ ശിഷ്യനാണ്. ഗൗഡപാദാചാര്യർ സാക്ഷാത് ശ്രീശുഖബ്രഹ്മ മഹർഷിയുടെ ശിഷ്യനാണ്. അങ്ങനെ പരമ്പര. വ്യാസൻ, പരാശരൻ, ശക്തി, വസിഷ്ഠ, നാരായണൻ, ബ്രഹ്മാവ്, നാരായണം, പത്മഭുവം, വസിഷ്ഠം, ശക്തിം, തത്പുത്ര പരാശരം ച വ്യാസം, ശുഖം, ഗൗഡപദം, മഹാന്തം, ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യം. അങ്ങനെ ആ പരമ്പര വരുന്നു. അങ്ങനെ ഗോവിന്ദ ഭഗവത്പാദരുടെ അടുത്തുനിന്ന് ഉപദേശം വാങ്ങിച്ച് ശങ്കരാചാര്യർ ഭാഷ്യത്തിലെടുത്ത് പറയുന്നത് സത്യം ഇവിടെ പ്രകാശിക്കണം. ആത്മാഹി ബ്രഹ്മ. ഇത് കേൾക്കേണ്ട താമസം നീ മുക്തനായിത്തീരും. ശരിക്കും അങ്ങോട്ട് കേട്ടാൽ മുക്തനായിട്ട്. അങ്ങനെ ഒരുപാട് മഹാപുരുഷന്മാർ അങ്ങനെ സിദ്ധന്മാരായിട്ടാണ്. മഹാരാഷ്ട്രത്തിലെ ഒരു ഭക്തനുണ്ടായിരുന്നു, നാമദേവ്. അദ്ദേഹത്തിന്റെ ഒരു അഭംഗത്തില് ആ ഭക്തൻ പറയണു, ഗുരുപദേശത്തിന് മുമ്പ് ഞാൻ വിചാരിച്ചു എന്റെ ഉള്ളിൽ ഞാനാണെന്ന്. ഹേ പാണ്ഡുരംഗ, ആ ഗുരു ഉപദേശിച്ച ശേഷം എനിക്ക് മനസ്സിലായി എന്റെ ഉള്ളിലുള്ളത് നീയാണെന്നാണ്. എന്റെ ഞാൻ നീയാണെന്ന് മനസ്സിലായി എന്നാണ്. ഇത്രയും കാലം ഇത് ഞാനാണെന്ന് വിചാരിച്ചിരുന്നു, അത് പൂർണ്ണ വസ്തുവാണെന്ന് അറിഞ്ഞു. അത്ര സരളമായിട്ടാണ് പറയണത്. ഉപദേശമാത്രം കൊണ്ട് മുക്തിക്ക് തക്കൊരു ഉപദേശം നൽകും എന്നാണ്. സ്വീകരിക്കുമെന്ന് പോലുമില്ല. ഇപ്പൊ തീ കൊളുത്തി മേത്തിട്ടാൽ നമ്മൾ സ്വീകരിക്കണോ? പിടിക്കാൻ വേണ്ട വസ്തു ഇവിടെ ഉണ്ടെങ്കിൽ തീ കൊളുത്തി മേലെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിച്ചാലും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇറ്റ് വിൽ ബേൺ യു, അല്ലേ? മുക്തിക്ക് തക്കൊരു ഉപദേശം നൽകും ജനനമറ്റിയിടുമെന്നവനു നാരായണായ നമഃ. അപ്പോ അതേപോലെ ശങ്കരാചാര്യര് ഗോവിന്ദ ഭഗവത്പാദരെ ഗുരുവായിട്ട് ചെന്ന് കണ്ടു, ഉപദേശം വാങ്ങിച്ചു, ജീവൻ മുക്തനായിട്ട് തീർന്നു. ജീവൻ മുക്തി എന്നൊക്കെ നമ്മൾ പറയാണ്. ആത്മാവിന്റെ സ്വരൂപമാണ് മുക്തി. തത്വമറിഞ്ഞു. കാശി ക്ഷേത്രത്തിലേക്ക് വന്നു. കാശിയിൽ 11 വയസ്സിലാണ് വരുന്നത്. ഒന്ന് ഓർത്തോളാം. നമുക്ക് ആരെങ്കിലും ഉണ്ടോ ഇവിടെ 11 വയസ്സ്? ചെറിയ കുട്ടികളാരും ഉണ്ട്. 11 വയസ്സ് ഉള്ള ബ്രഹ്മചാരി യതി. 8 വയസ്സില് എട്ടാമത്തെ വയസ്സില് സന്യാസം സ്വീകരിച്ചു. 11 വയസ്സില് മുക്തപുരുഷനായി കാശിയില് ഉപദേശിക്കാവുന്നു, പ്രഭംസനായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ മനീഷാപഞ്ചകം എന്ന കൃതി. ഈ മനീഷാപഞ്ചകത്തിന് പുറകിലൊരു കഥയുണ്ട്. കാശിയില് ഗംഗയിൽ കുളിച്ചു വരുമ്പോ ശിവൻ ചണ്ടാളരൂപിയായിട്ട് 4 നായ്ക്കൾ വീതം 4 നായ്ക്കളായി കൂടെ ഉണ്ടായിരുന്നെന്നും ചണ്ടാളനായിട്ട് ശിവൻ മുമ്പിൽ വന്നു. ഇതിനെക്കുറിച്ചും നമ്മൾ ഉടനെ ആ കഥ കിട്ടി അതിലേക്ക് കയറി പിടിക്കും. അത് ആ കഥയുണ്ട്. ശങ്കരാചാര്യർക്ക് കേരളത്തിലുള്ള ബുദ്ധിജീവികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ശങ്കരാചാര്യരെ കുറ്റം പറയാന്നുള്ളത്. അദ്ദേഹത്തിന് ജാതി വ്യത്യാസം ഉണ്ടായിരുന്നു, മതം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ്. അതെ, ഈ ശരീരമുള്ളവരെ എല്ലാവർക്കും എന്തെങ്കിലും ജാതി ഉണ്ട്. ശരീരാഭിമാനം ഉള്ളവർക്കും എന്തെങ്കിലും ഉണ്ട്. അതിന് ബെറ്റർ ശാസ്ത്രവിഹിതമായ ഒരു കാര്യമാണ് ഈ വർണ്ണാശ്രമധർമ്മം. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഇല്ലാത്ത രാഗദ്വേഷാണോ ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ പരസ്പരം, അല്ലേ? കലഹം എവിടെ ഇല്ലാത്ത? എല്ലാ സ്ഥലത്തുണ്ട്. ഈ സകല ഭേദവും പോണെങ്കിൽ ഞാൻ ദേഹമല്ല എന്ന് അറിഞ്ഞാലേ പോളൂ. അതുവരെയ്ക്കും പ്രശ്നമുണ്ട്. എന്തെങ്കിലും ഒരു വകുപ്പിൽ പെടും നമ്മള്. അപ്പോ ഈ ചണ്ടാളരൂപിയായിട്ട് മുമ്പിൽ വന്നു. 2 അഭിപ്രായമാണ് നമ്മൾ ആത്മതീർത്ഥത്തിൽ എടുത്തിരിക്കുന്നത്. ആരോ മുമ്പിൽ പോണ ഒരാൾ പറഞ്ഞു വഴി മാറൂ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ചണ്ടാളൻ ചോദിച്ചു അത്രേ ശങ്കരാചാര്യരോട്, ആരാ വഴിമാറേണ്ടത്? ശരീരമാണോ ഉള്ളിലുള്ള ചൈതന്യമാണോ? നിത്യസിദ്ധമായ ചൈതന്യം എപ്പോഴും ശുദ്ധമാണ്. ശരീരം എത്ര വലിയ ആളുടെ അശുദ്ധാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ശങ്കരാചാര്യര് ആ ചണ്ടാളനല്ല, അത് സാക്ഷാത് പരമേശ്വരനാണെന്ന് കണ്ടു.
അപ്പോ ഈ കൃതി ഉള്ളെന്ന് വന്നു എന്നാണ് കഥ. പക്ഷെ ഈ കൃതി നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയണത് ബ്രഹ്മവിത്തായ ഗുരുവിനെ വർണ്ണിക്കുന്നതായിട്ടാണ്, അല്ലാതെ വേറൊന്നുമില്ല. ഈ കൃതി വെച്ചുകൊണ്ട് ഈ കഥ വന്നതുമായിരിക്കാം. ഈ കൃതിയില് ആചാര്യസ്വാമി പറയണത് ഈ വേദാന്ത ജ്ഞാനം ആർക്കുണ്ടോ സ ചണ്ടാളോസ്തു ദ്വിജോസ്തു ഗുരുഹു ഇത്യേഷാ മനീഷാ മമ. നമ്മള് അന്വേഷിക്കുന്നത് ഗുരുവിന്റെ ജാതിയോ അല്ലെങ്കിൽ ലിംഗമോ അല്ലെങ്കിൽ അയാൾക്ക് എത്ര വയസ്സായോ ഇതൊന്നുമല്ല. നമ്മൾ അന്വേഷിക്കുന്നത് ബ്രഹ്മവിത്താണോ, നമ്മളെ തരണം ചെയ്യാൻ സാധിക്കുമോ എന്നാണ് അന്വേഷിക്കുന്നത്. അയാളുടെ ജാതിയും മതവും അയാൾ ഏത് നാട്ടുകാരനാണെന്നൊക്കെ അന്വേഷിച്ചാൽ നമ്മൾ രക്ഷപ്പെടുമോ? ഡോക്ടർ സീരിയസ് സർജറിക്ക് വന്നു വെച്ചോളൂ, ക്യാൻസർ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സർജറി ചെയ്യേണ്ടി വന്നു വെച്ചാൽ 2 ആസ്പത്രിയിൽ നമ്മളോട് പറയാ 2 ഡോക്ടർമാരുണ്ട്. ഒരു ഡോക്ടർ ബ്രാഹ്മണനാണ്, വേറൊരാൾ മുസ്ലിമാണ്. പക്ഷെ ഈ മുസ്ലിം ഡോക്ടറാണ് കേമം എന്ന് പറഞ്ഞാൽ നമ്മൾ വേണ്ടെന്ന് പറയോ? എനിക്ക് ബ്രാഹ്മണൻ തൊട്ടാ മതി ഒരാളും പറയണില്ല അല്ലേ? എങ്ങനെങ്കിലും രക്ഷപ്പെട്ടാ മതി അല്ലേ? അതേപോലെ വലിയ വൈദ്യമാണ് വേദാന്തമേ, ഏറ്റവും വലിയ വൈദ്യമാണത്. ബാക്കി വൈദ്യമൊക്കെ ശരീരത്തിനെ നിർത്തിക്കൊണ്ട് ചികിത്സിക്കലാണ്. ഇത് ശരീരത്തിനെ ഇങ്ങനെ നിവർത്തിപ്പിക്കും, അനാമയത്വം സിദ്ധിപ്പിക്കും. നമുക്ക് ആമയം മുഴുവൻ ഇങ്ങനെ നീങ്ങും, സകല ദുഃഖങ്ങളും ഇങ്ങനെ നിവർത്തിപ്പിക്കുന്ന ഒരു വലിയ വൈദ്യശാസ്ത്രമാണ് വേദാന്തം എന്ന് പറയുന്നത്. ഈ അഷ്ടാംഗ ഹൃദയകാരൻ തന്നെ ആരംഭത്തിൽ പറയണത് ഈ രോഗമൊന്നുമല്ല, രാഗാദി രോഗാൻ എന്നാണ്. അപൂർവവൈദ്യായ നമഃ എന്നാണ്. അപൂർവവൈദ്യന് നമസ്കാരം എന്ന് പറഞ്ഞ് ഒരു വേദാന്തജ്ഞാനിയായ ആചാര്യനെയാണ് ആദ്യം നമസ്കരിക്കുന്നത് അഷ്ടാംഗഹൃദയത്തില്. രാഗദ്വേഷാദി രോഗങ്ങളെയൊക്കെ നീക്കി അജ്ഞാനത്തിനെ നീക്കി നമ്മളെ വാസ്തവത്തിൽ സ്വസ്ഥാക്കണമെങ്കിൽ ഈ വൈദ്യം പോരാ എന്ന് പറഞ്ഞിട്ടാണ് അഷ്ടാംഗഹൃദയം തുടങ്ങുന്നത്. നിങ്ങളിതിപ്പോ പഠിച്ചോളാം, ഈ മരുന്നൊക്കെ പഠിച്ചോളാം, പക്ഷെ ഇത് പോരാ എന്ന് പറയാനാണ് ആ ധ്യാന ശ്ലോകം. വാസ്തവത്തില് രോഗമില്ലാതാവണമെങ്കിൽ രോഗത്തിന്റെ മൂലകാരണമായ ശരീരാത്മബുദ്ധി നീങ്ങണം. ഇത് വെച്ചുകൊണ്ടാണ് ഭട്ടതിരി നാരായണീയത്തില് ആരംഭത്തിലൊക്കെ ഗുരുവായൂരപ്പ എന്റെ രോഗം മാറ്റൂ 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 എന്ന് പറഞ്ഞ ആൾ അവസാനമാകുമ്പോൾ പറഞ്ഞു, ഹേ ഹി മേ ദേഹമോഹം ത്യജ പവനപുരാധീശ യത് പ്രേമഹേതോഹോ ഗേഹേ വിത്തേ കളത്രാദിഷു ച വിവശിതാഃ ത്വത്പദം വിസ്മരന്തി സോയം വഹ്നേഹേ ശുനോ വാ പരമിത പരതഃ സാമ്പ്രതം ച അക്ഷികർണത്വജിഹ്വാദ്യാഃ വികർഷന്തി അവശമതയിതഃ കോപിനസ്ത്വത്പദാബ്ജേന. ഈ ദേഹത്തിനോടുള്ള മോഹം അങ്ങനെ നിവർത്തിപ്പിക്കൂ. അപ്പോ ഈ തത്വജ്ഞാനത്തിനായിട്ട് നമ്മൾ തിരയുമ്പോ ആര് മുക്തപുരുഷനാണോ ബ്രഹ്മനിഷ്ഠനാണോ ലോകം മുഴുവൻ അങ്ങോട്ട് വരും. ബോംബെയിലെ ഒരു മഹാത്മാ ഉണ്ടായിരുന്നു. നമ്മള് ജ്ഞാനികൾ എന്ന് പറയുമ്പോൾ ഒരു ആശ്രമം അല്ലെങ്കിൽ ഒരു വനപ്രദേശം ഇവിടെയൊക്കെയാണ്. നമുക്ക് ഉപനിഷത്ത് കാലത്ത് തന്നെ വ്യാസൻ സുഗന്ധ ബ്രഹ്മനിഷ്ഠ പരീക്ഷിക്കാനായിട്ട് കൊട്ടാരത്തിലേക്കാണ് അയക്കുന്നത്, ജനകന്റെ അടുത്തേക്ക് അല്ലേ. എന്നുവെച്ചാൽ കൊട്ടാരത്തിൽ എല്ലാവരും ജ്ഞാനികളായിരിക്കുമോ? അപൂർവമാണത്. ശങ്കരാചാര്യ കാഞ്ചി പരമാചാര്യരുടെ ശിഷ്യൻ വേട്ടൂർ സ്വാമികളുണ്ട്. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, മഠാധിപതിയായിട്ട് ഇരുന്ന് ജ്ഞാനിയായിട്ടിരിക്കുക വളരെ ബുദ്ധിമുട്ടാണ്, അത് സാധിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മഹാപുരുഷന്മാർ. അപ്പൊ എല്ലാം. അപ്പോ ബോംബെയില് ഒരു മഹാത്മാ ഉണ്ടായിരുന്നു, നിസർഗദത്ത മഹാരാജ്. അദ്ദേഹം താമസിക്കുന്ന ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടം, മുമ്പിൽ മുനിസിപ്പാലിറ്റി കക്കൂസാണ്. സാധാ ഗൃഹസ്ഥൻ, വളരെ മോശമായൊരു ജോലി. ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലുള്ള ഫിലോസഫി പ്രൊഫസേഴ്സൊക്കെ ലാസ്റ്റ് ഇയേഴ്സിൽ മുമ്പിൽ വന്ന് ഇരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ഇംഗ്ലീഷൊന്നും അറിയില്ല, മറാഠിയിൽ ഇങ്ങനെ പറഞ്ഞു, ആരെങ്കിലുമൊക്കെ വിവർത്തനം ചെയ്ത് കൊടുക്കും. സത്യത്തിന്റെ സുഗന്ധം, ഒരു പുഷ്പം വിരിയുമ്പോൾ എവിടുന്നൊക്കെയോ വണ്ടുകൾ വരണില്ലേ ഇല്ലേ, അതുപോലെ ഈ സത്യത്തിന് അതിൻ്റെതായ പവറുണ്ട്. അതിന് പ്രചാരമൊന്നും ആവശ്യമില്ല, അതിൻ്റെതായ പവറുണ്ട്. അത് സ്വയമേവ ശക്തമാണ്, പ്രബലമാണ്. അതുകൊണ്ട് ആ സത്യം സ്വയം തന്നെ പ്രകാശിപ്പിച്ചോളും, അതിനുള്ള പ്രഭാവമുണ്ട്. അതെവിടെയുണ്ടോ അദ്ദേഹം
ഈ സ്ഥലം കാണാൻ സുഖമില്ല. നമ്മൾ കുറെയൊക്കെ സത്യം അല്ലാതെ വേറെ എന്തെങ്കിലും അന്വേഷിക്കുന്നുണ്ടെങ്കിൽ പുറത്തുള്ള ജാടയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. സത്യം എവിടെ ഉണ്ടോ ആര് വേണമെങ്കിൽ ആവട്ടെ. വരം ശരാപഹസ്തസ്യ ചണ്ഡാളാകാരവീഥിഷു ഭിക്ഷാർത്ഥമടനം രാമ ന മൗഢ്യഹത ജീവിതം. വാസിഷ്ഠത്തില് വസിഷ്ഠൻ പറഞ്ഞു, ഹേ രാമ, ഒരുപക്ഷെ ചണ്ഡാളത്തെരുവിൽ ഒരു മുക്തപുരുഷനുണ്ടെന്ന് അറിഞ്ഞാൽ കയ്യിൽ ഭിക്ഷാപാത്രം ഏന്തി അവിടെ ചെന്ന് നിൽക്കാന്ന്. മൂർഖനായിട്ട് ഇരുന്നു പോകരുത്. ഈ ജ്ഞാനം സമ്പാദിക്കാൻ എവിടെ കിട്ടുമെങ്കിലും എടുത്തോളാം, ആരെടുത്ത് കിട്ടുമെങ്കിലും എടുത്തോളാം. സ ഗുരുഹു ഇത്യേഷ മനീഷാ മമ. ഈ ബ്രഹ്മനിഷ്ഠയുടെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞ 5 ശ്ലോകത്തില് ശങ്കരാചാര്യർ പറഞ്ഞു, ഈ ലക്ഷണങ്ങൾ ആരിൽ കാണുന്നുണ്ടോ അയാളുടെ ബാക്കിയൊന്നും അന്വേഷിക്കാൻ പോണ്ട. സ ഗുരു. ഗുരു ശബ്ദത്തിന് എന്താ അർത്ഥം? നമ്മുടെ അജ്ഞാനം കളയാൻ കെൽപ്പുള്ള ആള് എന്നൊരു വ്യുത്പത്തി പറയുന്നുണ്ട്. ഗു ശബ്ദസ്തു അന്ധകാരസ്യാത്, രു ശബ്ദസ്തന്നിരോധക, അന്ധകാര നിരോധിത്വാത് ഗുരു ഇത്യഭിധീയത്തെ എന്നൊരു വ്യുത്പത്തി പറയും. ഗു എന്ന് പറഞ്ഞാൽ അന്ധകാരം അത്ര, രു എന്ന് വെച്ചാൽ നിരോധം. അന്ധകാരത്തിനെ നിരോധിക്കുന്നത് എന്താ? പ്രകാശം. അജ്ഞാനത്തിന് നീക്കുന്നത് എന്താ? അറിവ്. ആ അറിവ് ഏതൊരു മഹാപുരുഷൻ നമുക്ക് തരുന്നുവോ അയാൾ ആര് വേണമെങ്കിൽ ആവട്ടെ, എവിടെ വേണമെങ്കിൽ ആവട്ടെ. ഗുരു ഇത്യേഷ മനീഷ മമ. മനീഷ എന്ന് വെച്ചാൽ ജ്ഞാനം എന്നർത്ഥം, നിശ്ചയം എന്നർത്ഥം. ആചാര്യസ്വാമി ഇവിടെ പറയണത് എന്റെ നിശ്ചയമാണിത്. ആർക്ക് തത്വജ്ഞാനുണ്ടോ, ആര് ആത്മജ്ഞാനിയാണോ, ആര് സ്വാനുഭവ സമ്പന്നനാണോ അവൻ ഗുരുവാണ്. തന്നെ അറിഞ്ഞ് ആത്മാനുഭൂതി നേടിയ ജ്ഞാനി ഗുരുവാണ്. അയാളുടെ പഠിപ്പ് അറിവും ഒന്നും കാര്യമില്ല. അയാൾക്ക് ബ്രഹ്മനിഷ്ഠ ഉണ്ടോ, നിർവികൽപ്പമായ സ്വരൂപാനുഭവം ഉണ്ടോ, അപ്രച്യുതമായ ആത്മനിഷ്ഠ ഉണ്ടോ, അയാളുടെ സന്നിധിയിൽ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവുന്നുണ്ടോ. സതരതി സതരതി അന്യാനപി താരയതി. തരതി ശോകം ആത്മവിദ്. ആത്മാവിനെ അറിഞ്ഞ് എന്തു ലാഭമുണ്ടായി? ആത്മവിദ് ശോകം തരതി. ശോകത്തിനെ അങ്ങോട്ട് കടക്കണു. താരയതി ഛ. ബാക്കിയുള്ളവരെ പിടിച്ചങ്ങട് വസന്തവത് ലോകഹിതം ചരന്തഃ തീർണാഃ സ്വയം ഭീമഭവാർണവം ജനാൻ അഹേതുനാന്യാനപി താരയന്തഃ എന്ന് ശങ്കരാചാര്യര് വിവേക ചൂടാമണിയിൽ പറഞ്ഞു. വസന്തകാലം പോലെ യാതൊരു പ്രതിഫലേച്ഛയും കൂടാതെ സഞ്ചരിച്ച് ബാക്കിയുള്ളവരെയും തരണം ചെയ്യിപ്പിക്കുന്നു ഈ മുക്തപുരുഷന്മാരെന്ന്. അങ്ങനെയാണ് ആചാര്യസ്വാമി സഞ്ചരിച്ചത്. ഇവിടെ ഈ ചണ്ടാളന്റെ കഥ, ആ ഇൻസിഡന്റില് കാശിയില് ഒരു കാരണം വെച്ചുകൊണ്ട് നമ്മൾ ആ കഥ പറഞ്ഞു. എങ്കിലും ഈ മനീഷാ പഞ്ചകം നോക്കുമ്പോ ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുടതരാം യാ സംവിദുജൃംഭതേ യാ ബ്രഹ്മാദിപിപീലികാന്തതനുഷു പ്രോതാ ജഗത് സാക്ഷി സൈവാഹം ന ച ദൃശ്യവസ്തു ഇതി ദൃഢപ്രജ്ഞാപി യസ്യാസ്തി ചേത് ചണ്ഡാളോസ്തു സതുദ്വിജോസ്തു ഗുരുഹു ഇത്യേഷാ മനീഷാ മമ. ഇതില് പാഠഭേദമുണ്ട്. ചാണ്ടാളോസ്തു സതുദ്വിജോസ്തു എന്ന് പാഠഭേദമുണ്ട്. ആര് ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഈ 3 അവസ്ഥകളിലും മാറാതെ സ്ഫുടതര എന്ന് വെച്ചാൽ ഒന്നിനേക്കാളും സ്ഫുടമായിട്ട്, ജാഗ്രത്തിനേക്കാളും സ്ഫുടമായിട്ട് സ്വപ്നത്തില്, സ്വപ്നത്തിനേക്കാളും സ്ഫുടമായിട്ട് സുഷുപ്തിയില് എന്നും അർത്ഥം പറയും. സ്ഫുടതര യാ സംവിദുജൃംഭത്തെ. ഓരോന്നിലും ഒരു സംവിത്ത്, ഒരു ബോധം, ഒരു അവയർനെസ് പ്രകാശിക്കുന്നുണ്ട്. ഉജൃംഭത്തെ. ഉജൃംഭണം എന്ന് വെച്ചാൽ മേഘങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു മേഘശകലത്തിനും മറ്റൊന്നിനും നടുവ് കൂടെ സൂര്യപ്രകാശം അല്ലെങ്കിൽ ആകാശം അറിയപ്പെടുന്ന പോലെ ഉള്ളില് ആ അസ്തിത്വം, ബോധം പ്രകാശിക്കുന്നുണ്ട്. യാ ബ്രഹ്മാദിപിപീലികാന്ത തനുഷു. ആ അനുഭവം ബ്രഹ്മാവ് മുതൽ ഒരു ഉറുമ്പ് വരെ സമാനാണ്. പ്രോത. അത് ജഗത്തിന് മുഴുവൻ സാക്ഷിയാണ്. ജഗത് സാക്ഷിണി. സംവിത്ത് എന്ന് പറഞ്ഞതുകൊണ്ട് സാക്ഷിണി. സൈവാഹം. ആ ബോധമാണ് ഞാൻ. നചദൃശ്യവസ്തു. ഈ ദൃശ്യമൊന്നും ഞാനല്ല. ഇതി
ദൃഢപ്രജ്ഞ, യാർക്ക് ദൃഢമായ തത്വനിശ്ചയമുണ്ടോ, സ ഗുരുഹു, അവൻ ഗുരുവാണ്. ചണ്ടാളോസ്തു, അവൻ ചണ്ടാളനാവട്ടെ, ദ്വിജോസ്തു, ബ്രാഹ്മണനാവട്ടെ, ഗുരുഹു ഇതി ഏഷാ മനീഷ മമ, അവൻ ഗുരുവാണ് എന്നുള്ളത് എന്റെ നിശ്ചയമായ അഭിപ്രായമാണ്. ഈ മനീഷാ പഞ്ചകത്തിന് അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഗുരുപഞ്ചകം എന്ന് പറയണം. ഗുരുവിനുള്ള ഡെഫിനിഷനാണത്. നമ്മളൊരു വേദാന്തജ്ഞാനം, അധ്യാത്മജ്ഞാനത്തിനായിട്ട് ഗുരുവിനെ അന്വേഷിച്ചു പോകുമ്പോൾ ശങ്കരാചാര്യര് ഒരു ലൈൻ തന്നതാണ്. ഈ രീതിയിലുള്ള അറിവ് അവിടെ ഉണ്ടോ നോക്കിക്കൊള്ളാണ്. അല്ലാതെ അയാളെ സിദ്ധി കാണിക്കുന്നുണ്ടോ, കാണാൻ എങ്ങനെയുണ്ട്, ഇതൊന്നും നോക്കിയാൽ പോരാ. ഒരുപക്ഷെ അഷ്ടാവക്രൻ ജനകന്റെ സഭയിലേക്ക് 8 വളവാത്ര ശരീരത്തില് സഭയിലേക്ക് കയറി വരുമ്പോ ആളുകളൊക്കെ കളിയാക്കി ചിരിച്ചു. അപ്പൊ അഷ്ടാവക്രൻ ജനകനോട് പറഞ്ഞു, നിങ്ങൾ മുഴുവൻ ഈ ചക്കിലിയന്മാര് മാത്രമേ ഉള്ളൂ തോന്നുന്നില്ല ഇവിടെ. ഞാൻ വിചാരിച്ചു നിങ്ങൾ ക്ഷത്രിയന്മാരാണെന്ന് വിചാരിച്ചു. ഒക്കെ തോല് പണിയെടുക്കുന്ന ആളുകളാണ്, ഈ തോല് മാത്രമാണ് നോക്കുന്നതല്ലേ, ഉള്ളിലുള്ള വസ്തു ഒന്നും നോക്കില്ല. ആര് ഈ ഉള്ളിലുള്ള സത്യത്തിനെ നോക്കണോ അവനാണ് ഈ തോലും പുറമേക്കുള്ള ശരീരവും മാത്രം നോക്കുകയാണ്. ചിലപ്പോ മഹാജ്ഞാനികളൊന്നും സുന്ദരന്മാരും നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും അല്ല. വ്യാസനെ തന്നെ പറഞ്ഞത് അഭ്രശ്യാമ പിങ്കചടാബദ്ധ കലാപ പ്രാംശുർദണ്ഡി കൃഷ്ണമൃഗത്വക് പരിധാന സാക്ഷാൽ ലോകാൻ പാപയമാന കവിമുഖ്യ പാരാശര്യ പർവസ്വരൂപം വിപ്രണോതി. മറ്റേ അംബിക ഇവരൊക്കെ കണ്ണുപൊത്തി വ്യാസനെ കണ്ടിട്ട്. പക്ഷേ ലോകാൻ പാവയമാനഹാണ്, ലോകം മുഴുവൻ പവിത്രീകരിക്കുന്ന സാന്നിധ്യമാണ് അല്ലെ. അപ്പോ ഈ അറിവാണ് നമ്മളെ രക്ഷിക്കുന്ന അറിവ്. ഈ സത്യം വളരെ സരളമാണ്, സിമ്പിളാണ്. ഇത് പതുക്കെ ശ്രവണം ചെയ്യുന്തോറും ഉള്ളിൽ ഇറങ്ങും. ഒരു ഇരുട്ട് മുറിയിലിരിക്കുമ്പോൾ ആദ്യമൊന്നും കാണില്ല, കുറേ കഴിയുമ്പോൾ കണ്ടു തുടങ്ങും. അതുപോലെ ഈ വിദ്യ എങ്ങനെയാണ്, ആദ്യമൊന്നും ചിലപ്പോ ഡയറക്റ്റായിട്ട് എളുപ്പത്തിൽ മനസ്സിലാവുന്നതൊന്നും ഉപയോഗപ്പെടില്ല നമുക്ക്. ഇനി ഇരിക്കുക, ഇപ്പൊ നാടി പിടിക്കുക എന്ന് പറയണത്, ഡോക്ടർ വന്ന വൈദ്യന്മാരെ പിടിച്ചു നോക്കി ചിലപ്പോ എന്തൊക്കെയോ പറയും, അദ്ഭുതമായിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കില്ലേ. നമ്മൾ പിടിച്ച ജീവനുണ്ടോന്ന് തന്നെ പിടിയിട്ടില്ല, ഒന്നും കാണാൻ വയ്യ. ഇത് അങ്ങനെ പുസ്തകം പഠിച്ചിട്ട് ഇവിടെ വെച്ച് നോക്കാന്ന് നമുക്ക് വല്ലതും മനസ്സിലാവുമോ? മാക്സിമം കിട്ടുന്നത് ഒരു ടക്ക് 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 ഒരു പൾസ് മാത്രം കാണുന്നല്ലാതെ അതെന്താണ്, അത് എന്തു പറയണു, എന്താ പറയണെന്ന് വെച്ചാൽ വീണ വായിക്കുമ്പോ വീണ കമ്പി നല്ല സംഗീതജ്ഞന് രാഗം പറയണ പോലെ നല്ല വൈദ്യന് രോഗം പറയുന്നതാണ് നാടിയെന്ന് പറയണം. അത്രയ്ക്ക് സാമർത്ഥ്യം ഉണ്ടാവും. പക്ഷെ നമുക്കൊന്നും തൊട്ടു നോക്കിയാൽ ഒന്നും പിടിയേ കിട്ടണില്ല അല്ലേ. അപ്പോ അതേപോലെ നാച്ചുറൽ സയൻസ് ഒക്കെ അങ്ങനെയാ, കുറേ ഇരിക്കണം, ഊറാനിടണം അതിനകത്ത്. അങ്ങനെ പതുക്കെ 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 യു ഹാവ് ടു അബ്സോർബ് ഇറ്റ്. ആ യോഗാരൂഢസ്ഥിതി അബ്സോർബ് ചെയ്തെടുക്കണം. കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ഉള്ളില് തെളിഞ്ഞു തെളിഞ്ഞു വരുമ്പോ ആ ശാന്തിയുടെ പൂർണ്ണചന്ദ്രൻ, അനുഭൂതിയുടെ ആ പൂർണ്ണചന്ദ്രൻ ഹൃദയത്തില് ഉദിച്ചു വരും. ആ ശീതളത, ശാന്തി, ആനന്ദം, തൃപ്തി. തുടർന്ന് നമ്മള് നാളെ കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.